हरे कृष्णा सर्वम कृष्णार्पणमस्तु प्रभुपाद की जय ഗുരു മഹാരാജ് की जय രാധാ പവനപുരേശൻ की जय ഗുരുവായൂർ മഞ്ജരീസിന്റെ പ്രഭാത മഞ്ജരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ.
ഒരുപാട് സോങ്സ് നമ്മുടെ ഇതിൽ വരുന്നുണ്ട്, നമ്മുടെ ഗ്രൂപ്പിൽ വരുന്നുണ്ട്, മഞ്ജരീസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ദിവസവും രാവിലെ കോട്സ് വരുന്നുണ്ട്, ജ്ഞാനമഞ്ജരി വരുന്നുണ്ട്. ഇന്ന് നമ്മുടെ ഗ്രൂപ്പിൽ ജ്ഞാനമഞ്ജരിയിൽ വന്നിരിക്കുന്നത് ഗുരുവായൂർ ക്ഷേത്ര മഹാത്മ്യത്തെക്കുറിച്ചാണ്. അപ്പോൾ അതൊക്കെ നല്ല നല്ല ഒരുപാട് അറിവുകളാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. മാക്സിമം നമ്മുടെ ക്ലാസ് ഷെയർ ചെയ്യുക. ഗുരുവായൂർ മഞ്ജരീസ് കോൺടാക്ട് നമ്പർ 9342494941, 93 42 49 41. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളതിൽ മെസ്സേജ് അയച്ചിട്ടുള്ളൂ. കുറച്ച് മെസ്സേജ് ആയിട്ട് ഞാൻ നോക്കാം. മെസ്സേജ് നോക്കിയില്ല എന്ന് പറഞ്ഞ് ബഹളം കൂട്ടരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ മെസ്സേജ് വരുന്നുണ്ട്, ഇഷ്ടം പോലെ മെസ്സേജ് വരുന്നുണ്ട്. അപ്പോൾ കുറച്ചായിട്ട് നോക്കി വരുമ്പോൾ നിങ്ങളുടെ മെസ്സേജിന് റിപ്ലൈ കിട്ടും. പിന്നെ എന്തെങ്കിലുമൊക്കെ പറയാനൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കേണ്ട ദിവസം എല്ലാവർക്കും അറിയാലോ, വ്യാഴാഴ്ചയാണ്. വ്യാഴാഴ്ച വിളിച്ചാൽ മതി. വ്യാഴാഴ്ച രാവിലെ ഒരു 10 മുതൽ 6 വരെ വിളിക്കാം. പിന്നെ ഈ ഞായറാഴ്ച മുതൽ, നേരത്തെ എഴുന്നേറ്റുകൊണ്ടാട്ടോ ഉറക്കം വരുന്നത്, ക്ഷമിക്കണം. ഈ ഞായറാഴ്ച മുതൽ ഗുരുകുലം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. രാവിലെ 10 മണിക്കാണ് ഗുരുകുലം ക്ലാസ്. കുട്ടികളെ നോട്ട്ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. 3 ക്ലാസ്സിൽ തുടർച്ചയായിട്ട് വരാത്ത കുട്ടീനെ ഒരു എക്സ്ക്യൂസും വെക്കില്ല, ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്യും. ഗുരുകുലം ക്ലാസ് തീർച്ചയായിട്ടും ഫ്രീ ആണ്, കംപ്ലീറ്റ് ഫ്രീ ആണ്. നമ്മൾ 1 രൂപ പോലും കുട്ടികളുടെ അടുത്ത് നിന്ന് കളക്ട് ചെയ്യാതെയാണ് ഗുരുകുലം ക്ലാസ് എടുക്കുന്നത്. ആ ക്ലാസ്സിൽ കുട്ടികൾക്ക് വ്യക്തിത്വ വികസനം, അവർക്ക് നമ്മുടെ ഹൈന്ദവ കാര്യങ്ങൾ, പേഴ്സണൽ കാര്യങ്ങൾ, ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും ഗുരുകുലം ക്ലാസ്സിൽ. ഓക്കെ. പിന്നെ ഗുരുകുലം ഗ്രൂപ്പിലുള്ള കുട്ടികൾക്ക് കർണാട്ടിക് മ്യൂസിക് പഠിക്കണമെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട്, അത് ഫീസ് ഉള്ളതായിരിക്കും. ഓക്കെ. ഗുരുകുലം ക്ലാസ്സിൽ ആ കുട്ടികൾക്ക് കർണാട്ടിക് മ്യൂസിക് പഠിക്കണമെങ്കിൽ അത് ഫീസ് ഉണ്ട്. കാരണം അത് പഠിപ്പിക്കുന്ന ടീച്ചർക്ക് ശമ്പളം കൊടുക്കണമല്ലോ. അപ്പോൾ അത് ടീച്ചറിനെ നേരിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് പഠിക്കേണ്ടതാണ്. പിന്നെ മാക്സിമം നമ്മുടെ ക്ലാസ്സുകൾ ഷെയർ ചെയ്യുക. ഷെയറിങ് വളരെ കുറവാണ്. പിന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മുടെ ലൈവുടെ ലിങ്ക് ഷെയർ ചെയ്യാൻ വേണ്ടി, പ്രദോഷം, ഷഷ്ടി, ഏകാദശി പോലെയുള്ള വിശേഷപ്പെട്ട ഇതൊക്കെ ഉണ്ടല്ലോ, വ്രതാനുഷ്ഠാനങ്ങൾ, ഇതൊക്കെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എല്ലാവർക്കും അറിയാം, നമുക്ക് ഗുരുവായൂർ മഞ്ജരീസിൽ ഗുരുവായൂരിൽ തൊഴാൻ വരുന്നവർക്കുള്ള റൂംസിൻ്റെയും ഭക്ഷണത്തിൻ്റെയും സൗകര്യം മഞ്ജരീസിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് റൂം ബുക്ക് ചെയ്യുക. ദയവായി ഗുരുവായൂർ വന്നിട്ട് വിളിക്കരുത്. എനിക്ക് ഒന്നും ചെയ്തുതരാൻ പറ്റില്ല. പലരും, ഒരു 10% ആളുകളെങ്കിലും ഗുരുവായൂർ എത്തിക്കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ ഇവിടെ ഉണ്ട്, ഈ നടക്കലുണ്ട്, റൂം വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടൂല. കാരണം നമുക്ക് ബുക്കിങ്ങിലൂടെ അല്ലാതെ നമ്മൾ റൂംസ് കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് കാരണം. ബുക്കിംഗ് തന്നിട്ട് അഡ്വാൻസ് പേയ്മെന്റ് ചെയ്ത് റൂംസ് കൺഫേം ചെയ്യണം. പിന്നെ കല്യാണ ഹാള്, കല്യാണത്തിന് വേണ്ട കാര്യങ്ങൾ, അങ്ങനെയുള്ള എല്ലാ മഞ്ജരീസിൽ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. താല്പര്യമുള്ളവരോടൊക്കെ ഷെയർ ചെയ്യുക. ഗുരുവായൂർ മഞ്ജരീസിന്റെ കോൺടാക്ട് നമ്പർ ഒരു വട്ടം കൂടെ പറയാം: 93 42 49 41. ഇതാണ് നമ്പർ. ഈ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചാൽ മതി. റൂംസ് വേണ്ടവർ കോൾ തന്നെ ചെയ്യണം. മെസ്സേജ് ഇട്ട് കഴിഞ്ഞ് നോക്കി വരുമ്പോഴത്തേക്ക് ലേറ്റ് ആയി പോയാൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് റൂംസ് ആവശ്യമുള്ളവർ കോൾ ചെയ്യണം. ക്ലാസ്സിന്റെ സമയത്ത് ചെയ്യാതിരിക്കുക. അത് കഴിഞ്ഞിട്ട് കോൾ ചെയ്തിട്ട് റൂംസ് ബുക്ക് ചെയ്യാം. വരും ദിവസങ്ങളിലൊക്കെ ഇനിയിപ്പം എന്താണ്, ജൂലൈ, ഓഗസ്റ്റ്, ഈ ഓണം, അത് ഇതൊക്കെ പ്രമാണിച്ചൊക്കെ, സെപ്റ്റംബർ, അങ്ങനെ പ്രമാണിച്ച് എപ്പോഴും ഗുരുവായൂർ നല്ല തിരക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റൂംസ് ആവശ്യമുള്ളവർ നേരത്തെ ബുക്ക് ചെയ്യുക. ഇനി ഹോംലി ഫുഡ്, ചപ്പാത്തിയോ കഞ്ഞിയോ അങ്ങനെയൊക്കെ വേണം എന്നുള്ളവരാണെങ്കിലും അതിനുള്ള സൗകര്യവും ഡോർ ഡെലിവറി ആയിട്ട് മഞ്ജരീസ് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് മൈൻഡിൽ വെക്കുക. ഓക്കെ. മാക്സിമം അപ്പോൾ ക്ലാസ് ഷെയർ ചെയ്യണം. എനിക്കറിയാൻ പറ്റും നിങ്ങൾ ആരൊക്കെ ഷെയർ ചെയ്തു എന്നുള്ളത്. ഇങ്ങനെ കാണാം ഓരോരോ പേജിൽ ഇന്ന ആൾ ഷെയർ ചെയ്തു, ഇന്ന ആൾ ഷെയർ ചെയ്തു. അപ്പോൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ക്ലാസ്. ഓക്കെ. അപ്പം അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. മഞ്ജരീസിൻ്റെ ഗ്രൂപ്പിൽ ആഡ് ആവാൻ താല്പര്യമുള്ളവർ മഞ്ജരീസിൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് തരിക. പിന്നെ മറ്റെന്തെങ്കിലും വിശേഷങ്ങളുണ്ടോ? ഗുഡ് മോർണിംഗ്. വേറെ വിശേഷമൊന്നുമില്ല എങ്കിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മുടെ ഗീതാ പഠന ക്ലാസ്സാണ്. എല്ലാവർക്കും അറിയാം, അധ്യായം 5 കർമ്മയോഗം എന്ന് പറയുന്ന സെഷനാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അധ്യായം 5 കർമ്മയോഗം എന്താണ്? കൃഷ്ണാവബോധത്തിൽ ഉള്ള പ്രവർത്തനം,
യെസ്, കൃഷ്ണാവബോധത്തിലുള്ള പ്രവർത്തനത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മുടെ ജീവിതം എപ്പോഴും കൃഷ്ണാവബോധത്തിലൂടെ ആയിരിക്കണം. സുഖമായിരിക്കും അമ്മ. അപ്പം നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് ഓർത്തു കഴിഞ്ഞാൽ ആസ് യൂഷ്വൽ നോർമൽ ഒരു പേഴ്സൺ എങ്ങനെ ജീവിക്കുന്നു അതുപോലെ ജീവിക്കാം. ഒരു വ്യത്യസ്തമായ ജീവിതമൊന്നും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട, അതിൽ കാര്യമില്ല. ഒരിക്കലും ഭക്തി എന്ന് പറയുന്നത് ഒരു ഷോ ഓഫായി മാറരുത്. ഷോ കാണിക്കാനുള്ള ഒരു കാര്യമല്ല ഭക്തി എന്ന് പറയുന്നത്. കാരണം എന്താണ്, ഞാൻ നല്ല ഭക്തയാണ്, ഞാൻ നല്ല ഭക്തനാണ് എന്നൊന്നും കാണിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല, ഒരു കാര്യവും ഇല്ല. നമ്മൾ നമ്മളായിട്ട് ജീവിക്കുക. ഭക്തി എന്ന് പറയുന്നത് ഹൃദയത്തിലാണ്. ആ ഹൃദയത്തിൽ ഭക്തിയുള്ളവർ ഒരിക്കലും തെറ്റായ വഴികളിലൂടെ പോവില്ല. മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുശുമ്പും കൂനായ്മയും അസൂയയും പരദൂഷണവും ഒന്നും പറയാൻ നിൽക്കില്ല. അത് വീട്ടിലായാലും ശരി, പുറത്തായാലും ശരി, അതിൻ്റെ ആവശ്യം നമുക്കില്ല. കാരണം ഏതൊരു നല്ലൊരു കാര്യം ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുമ്പോഴും അതിൻ്റെ 2 വശങ്ങളെക്കുറിച്ചും നമ്മൾ ആലോചിക്കണം. ഏതൊരു ചീത്ത കാര്യം ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുമ്പോഴും അതിൻ്റെ പിന്നിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ, മുന്നിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ എല്ലാം ഒന്ന് ആലോചിച്ച് വ്യക്തമായ നിലപാടിൽ മുന്നോട്ട് പോവാം. നമുക്കൊരിക്കലും ഒന്ന് ഇവിടെ തന്നെ തിരിച്ചു കൊണ്ടുവരണേ. നമുക്കൊരിക്കലും ഒരാളുടെയും അഭിപ്രായത്തിലൊന്നും നമ്മൾ ജീവിക്കേണ്ട കാര്യമില്ല. നമുക്ക് നമ്മുടേതായ അഭിപ്രായമുണ്ട്, സ്വന്തമായ വ്യക്തിത്വമുണ്ട്, അല്ലേ? അത് മറ്റൊരാൾക്ക് മുമ്പിൽ നമ്മൾ അടിയറവ് പറയണ്ട. ഈശ്വരനെ ഭജിക്കുക, പ്രാർത്ഥിക്കുക, നല്ല നല്ല തീരുമാനങ്ങളിലൂടെ നമുക്ക് ശരിയെന്ന് തോന്നുന്ന നല്ല കാര്യങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോവാം. മറ്റുള്ളവരെന്ത് കരുതും, ഇവരെന്ത് കരുതും, അല്ലെങ്കിൽ ഞാൻ നല്ല ഭക്തയാണ്, ഞാൻ നല്ല ഭക്തനാണ് എന്ന് കാണിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് ഒരിക്കലും കൃഷ്ണാവബോധത്തെ എടുക്കരുത്. കൃഷ്ണാവബോധത്തെ എടുക്കരുത്, മനസ്സിലായില്ലേ? നമുക്ക് നമ്മുടേതായ ശരികളുണ്ട്. അപ്പോൾ അതൊന്ന് മൈൻഡിൽ വെക്കാം. വൈഷ്ണവ തിലകം എന്ന് പറയുന്നത് വളരെ ഉയർന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ പല ഓഫീസുകളിലും സ്കൂളുകളിലൊന്നും നമുക്കത് അനുവദനീയമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഭക്തരല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. പലർക്ക് കണ്ടിമാല, ഇപ്പം ഞാൻ ഷൂട്ടിന് പോവുകയാണെങ്കിൽ എനിക്ക് നിർബന്ധമായിട്ടും കണ്ടിമാല ഊരി വെക്കണം. അതിട്ടുകൊണ്ട് എനിക്കൊരിക്കലും വർക്ക് ചെയ്യാൻ കഴിയില്ല. ഇതെല്ലാം ബാഹ്യ ശരീരത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളാണ്, സിമ്പിൾസാണ്. നമ്മുടെ ഹൃദയം പരിശുദ്ധമല്ല എങ്കിൽ എത്രത്തോളം നമ്മൾ ഇതെല്ലാം വലിച്ചുവാരി കയറ്റിയിട്ടും ഒരു പ്രയോജനമില്ല. കണ്ടിമാലയും തൊട്ട് ഗോപീചന്ദനവും തൊട്ട് നമ്മുടെ ഹൃദയത്തിൽ കുശുമ്പും കുനായ്മയായിട്ട് ജീവിക്കുകയാണെങ്കിൽ പിന്നെ എന്തർത്ഥമുള്ളത്? ഒരർത്ഥമില്ല. അപ്പം അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം, വളരെയധികം ശ്രദ്ധിക്കണം. ഓക്കെ, ഹൃദയ പരിശുദ്ധി വളരെ അത്യാവശ്യമാണ്. ഹൃദയത്തിൽ കൃഷ്ണനുണ്ടെങ്കിലേ കൃഷ്ണാവബോധത്തിലൂടെ നമുക്ക് ജീവിക്കാൻ സാധിക്കും. ഹൃദയത്തിൽ കൃഷ്ണനുള്ളൊരു വ്യക്തി സാത്വിക മനോഭാവമുള്ളൊരു വ്യക്തിയായിരിക്കും. ക്ലിയർ? ഇനി നമ്മൾ 8ാമത്തെ ശ്ലോകമാണ് എടുക്കാൻ പോകുന്നത്. നൈവ കിഞ്ചിത് കരോമീധി യുക്തോ മന്യേത തത്വവിത് പശ്യൻ ശൃണൻ സ്പൃശൻ ജിക്രഷ്ണൻ ഗച്ഛൻ സ്വഭൻ ശ്വസൻ. അതിൻ്റെ കൂടെ തന്നെ 9ാമത്തെ ശ്ലോകവും കൂടെ വരുന്നുണ്ട്. പ്രലപൻ വിസൃജൻ ഗൃഹന്മിഷൻ നിമിഷന്നഭി ഇന്ദ്രിയാണീന്ദ്രിയാർത്ഥേഷു വർദ്ധദന്ത ഇതി ധാരയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിവ്യാവബോധമുള്ളൊരു വ്യക്തി. ദിവ്യാവബോധം എന്ന് പറയുന്നത് എന്താണ്? ദിവ്യമായത് കൃഷ്ണനാണ്. കൃഷ്ണനാണ് ദിവ്യമായിരിക്കുന്നത്. അപ്പോൾ ആ ദിവ്യമായിരിക്കുന്ന അവബോധം, ചിന്തകളോടുകൂടി ജീവിക്കുന്ന ഒരു വ്യക്തി ദർശനം, ശ്രവണം, സ്പർശനം, ഘ്രാണം, അശനം, ഗമനം, നിദ്ര, ശ്വാസോച്ഛ്വാസം തുടങ്ങി എന്ത് ചെയ്യുമ്പോഴും വാസ്തവത്തിൽ ഒന്നും ചെയ്യില്ലെന്ന് അയാൾക്കറിയാം. അതായത് കൃഷ്ണനെ ഹൃദയത്തിൽ പൂർണ്ണമായി ഉൾക്കൊണ്ട ഒരു വ്യക്തി ശ്വസിക്കുകയാണെങ്കിൽ പോലും ആ വ്യക്തിക്ക് അറിയാം ഇതൊന്നും എൻ്റെ കഴിവല്ല, ഇതൊന്നും എൻ്റെ കഴിവല്ല എന്ന് ആ വ്യക്തിക്കറിയാം. അതാണ് പറയുന്നത്, പ്രലഭൻ വിസൃജൻ ഗൃഹണ്ണാനുർമിഷൻ നിമിഷൻ നബി ഇന്ദ്രിയാണീന്ദ്രിയാർത്ഥേഷു വർദ്ധന്താ ഇതി ധാരയൻ. ആ വ്യക്തിക്ക് വ്യക്തമായിട്ടറിയാം ഇതൊന്നും എൻ്റെ കഴിവല്ല. നമ്മൾ വായിക്ക് പറയലെന്താ? ഞാൻ ചെയ്തത്, എനിക്കുള്ളത്, എൻ്റേത്. ഈ ചിന്തയാണ് നമുക്കെല്ലാവർക്കും. ഈ ചിന്ത വേണ്ട എന്താണ് ഇവിടെ പറയുന്നത്? നമ്മുടെ ശ്വാസം പോലും ആര് കാരണമാണ് നടക്കുന്നത്? ശ്വാസോച്ഛ്വാസം പോലും നടക്കുന്നത് ഭഗവാൻ കൃഷ്ണന്റെ കാരുണ്യമാണ്. ഇല്ലെങ്കിൽ നമുക്ക് അതും നിന്ന് പോകും.
അത് നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ആ ഒരു പ്രക്രിയ പോലും നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത് ഉറക്കം. നമ്മൾ പറയും ഞാൻ ഉറങ്ങിപ്പോയി, ഞാൻ ഉറങ്ങി. ആ ഞാൻ എന്ന് പറയുന്ന വ്യക്തി ആരാണ്? നമ്മളാണ്. മനസ്സിലായില്ലേ? നമുക്ക് ഉറക്കം വരുന്നതും നമ്മൾ ഉറങ്ങിപ്പോകുന്നതും ഉറക്കം വരാതെ കിടക്കുന്നതും എല്ലാം ഭഗവാന്റെ തീരുമാനങ്ങളാണ്. നമ്മൾ വിചാരിക്കും നമ്മളെ കൊണ്ടാണ് എല്ലാം സാധ്യമാവുന്നത്, നമ്മൾ വലിയ സംഭവ ബഹുലമായ ആൾക്കാരാണ്, നമ്മൾ വിചാരിച്ചാൽ എന്തും നടക്കും, കുറെ പണം ഉള്ളതുകൊണ്ട് ലൈഫ് സെറ്റിലായി, പേരും പ്രശസ്തിയും അവാർഡും കിട്ടുമ്പോഴേക്ക് ലൈഫ് സെറ്റിലായി, സൗന്ദര്യം ഉണ്ടെങ്കിൽ ലൈഫിൽ വലിയ സ്ഥാനത്തായി. ഇതിലൊന്നും ഒരു കാര്യവുമില്ല. ഹൃദയത്തിൽ കൃഷ്ണനുണ്ടോ ആ വ്യക്തിക്ക് ഒന്നും ആവശ്യമില്ല. മുൻപന്തിയിൽ ഭഗവാൻ അവനെ കൊണ്ടുപോയി നിർത്തും. മനസ്സിലാവുന്നില്ല? ഏറ്റവും ടോപ്പസ്റ്റ് ലെവലിൽ ഭഗവാൻ കൊണ്ടുപോയി നിർത്തും. പക്ഷെ ആ വ്യക്തിയുടെ കയ്യിൽ പണം ഉണ്ടാവില്ല, പേരുണ്ടാവില്ല, പ്രശസ്തി ഉണ്ടാവില്ല, സൗന്ദര്യം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഭഗവാനാണോ ആ വ്യക്തിയെ ഉള്ളം കയ്യിൽ എടുത്തിരിക്കുന്നത്, ആ വ്യക്തി എല്ലാത്തിൻ്റെയും മുകളിലായിരിക്കും. അതാണ് ഭഗവാനെ ആരാധിക്കുന്നത് കൊണ്ടുള്ള ഗുണം. ഭഗവാനെ ആരാധിച്ചാൽ മാത്രം പോരാ, ഹൃദയത്തിൽ ഭഗവാനെ സ്ഥാപിച്ചിരിക്കണം. കാരണം സംസാരിക്കുമ്പോഴും വിസർജിക്കുമ്പോഴും സ്വീകരിക്കുമ്പോഴും കണ്ണു തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴും എല്ലാം ഭൗതികമായിരിക്കുന്ന ഇന്ദ്രിയങ്ങൾ അവയുടെ വിഷയങ്ങളിൽ വ്യാപരിക്കുകയാണ് ചെയ്യുന്നതെന്നും അയാൾ അവയിൽ നിന്നെല്ലാം വ്യത്യസ്തനാണെന്നും സ്വയം മനസ്സിലാക്കുന്നു. നമ്മൾ ഈ അടയ്ക്കുന്ന കണ്ണ്, കേൾക്കുന്ന ചെവി, ശ്വസിക്കുന്ന മൂക്ക്, പറയുന്ന നാവ്, അനുഭവിക്കുന്ന ശരീരം, ഇതെല്ലാം കത്തിത്തീരും ഒരു ദിവസം, അല്ലെ? എല്ലാം കത്തിത്തീർന്ന് ഒന്നും അല്ലാതെ ആയിപ്പോവും. പക്ഷേ ഒരിക്കലും നശിക്കാത്തത് നമ്മുടെ ആത്മാവാണ്. ആ ആത്മാവ് എന്നും പരമാത്മാവുമായി ചേർന്നിരിക്കുകയാണ്. ആത്മാവിന് അങ്ങനെയുള്ള ആഗ്രഹങ്ങളും ഇല്ല, ആവശ്യങ്ങളും ഇല്ല, ഒന്നുമില്ല. അപ്പൊ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് തികച്ചും എന്താണ്? നമ്മുടെ ശരീരം എന്ന് പറയുന്നത് തികച്ചും ഒരു എന്താ പറയുക, നശിച്ചു പോകുന്ന ഒരു വസ്തുവാണ്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ നിന്ന് പോകും. ഒരു 100 വർഷം കഴിഞ്ഞാൽ നമ്മൾ ആരും ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. ഒരാളും ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല. ആ ചെറിയ സമയത്തിന്റെ ഉള്ളിൽ നമ്മൾ കിടന്ന് ബഹളം കൂട്ടുകയാണ്, ധൃതിപ്പെടുകയാണ്. എന്തിനു വേണ്ടി? നമ്മുടെ നാളേക്കുള്ള ഒരു ദിവസത്തേക്കെന്ന് പറഞ്ഞ് നമ്മളെല്ലാം ചേർത്ത് വെക്കുന്നു. ആ നാളെ നമ്മളുണ്ടാവോ, നമ്മുടെ മക്കളുണ്ടാവോ എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ, അല്ലെ? അപ്പം അത്രയെങ്കിലും ചിന്തിക്കുക, അത്രയെങ്കിലും മിനിമം നമ്മൾ ആലോചിക്കുക. ആർക്ക് വേണ്ടി നമ്മൾ ഓടുന്നു, എന്തിനു വേണ്ടി ഓടുന്നു, അതിലെന്താണ് നേട്ടം, എന്താണ് നഷ്ടം? ഈ ഓട്ടത്തിനിടയിൽ ഞാൻ കൃഷ്ണനെ തിരിച്ചറിയുന്നുണ്ടോ? ഭഗവാനെ ഞാൻ അറിയുന്നുണ്ടോ? ഭഗവാൻ എന്നെ കാണുന്നുണ്ടോ? ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തി കൊണ്ടും മറ്റൊരാൾക്ക് എന്തെങ്കിലും ഒരു നന്മയുണ്ടോ, സന്തോഷമുണ്ടോ? ഞാൻ കാരണം ഒരാൾ വേദനിച്ചോ? ഞാൻ ആരെയെങ്കിലും കുറിച്ച് പറയുമ്പോൾ അത് കൃഷ്ണൻ അറിയുന്നില്ലേ? 24 മണിക്കൂറും ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചിട്ട് മറ്റുള്ളവരെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ചെന്നു കഴിഞ്ഞാൽ ഇത് ഭഗവാൻ കാണുന്നില്ല എന്ന് കരുതുന്നുണ്ടോ? ധർമ്മം നിലനിർത്തുന്നത് ഭഗവാനാണ്, നമ്മളല്ല, അല്ലേ? ആ ഒരു ഫോൺ എടുത്ത് നമ്മൾ ഒരാളെ കുറിച്ച്, ഇപ്പൊ നമ്മുടെ അമ്മായിയമ്മയെ കുറിച്ചും അമ്മായിയപ്പനെ കുറിച്ചൊക്കെ കുറ്റം പറയാൻ വേണ്ടി ആ ഫോൺ എടുത്ത് ചെവിയിൽ വെക്കുമ്പോൾ ആ ഫോണിൽ സംസാരിച്ച് തീരുന്നത് വരെ നമ്മൾ ജീവനോടെ ഉണ്ടോന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. ഇത് കൃഷ്ണൻ കാണാതിരിക്കുന്നുണ്ടോ? കാണുന്നുണ്ട്. ഉടനടി അതിനുള്ള ഒരു ശിക്ഷ നമുക്ക് ലഭിച്ചില്ലെങ്കിലും വൈകാതെ നമുക്ക് ലഭിക്കും. കാരണം നമുക്ക് അതിനുള്ള അനുമതിയില്ല. നമുക്ക് ആരെ കുറിച്ച് പറയാനുള്ള അനുമതിയില്ല. നമുക്ക് നമ്മളെ കാര്യം മാത്രം. നമ്മുടെ ഭാഗത്ത് ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ട്. അത് തിരുത്താനുള്ളൊരു സമയമാണ് നമ്മുടെ ഈ ജീവിത കാലയളവ്. അതുകൊണ്ടാണ് പറയുന്നത് ആ കർമ്മം അനുഭവിക്കാനാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്, അല്ലെ? ആ കർമ്മ ദുരിതങ്ങൾ മാറ്റാനാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് വീണ്ടും കർമ്മങ്ങൾ ചെയ്ത് കൂട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ജീവിതത്തിൽ മേൽഗതി ഉണ്ടാവുന്നത്? ഒരു ഗതി ഉണ്ടാവില്ല. നമുക്ക് ശരിയല്ല എന്ന് തോന്നുന്ന സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ പിൻവാങ്ങണം. അതാരായാലും എവിടെയായാലും എങ്ങനെയായാലും അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കൃഷ്ണാവബോധം സിദ്ധിച്ച ആളുടെ ജീവിതം വിശുദ്ധമത്രേ. എങ്ങനെയാ വിശുദ്ധമാവുന്നത്? കൃഷ്ണനെ പ്രാർത്ഥിച്ചതുകൊണ്ട് മാത്രം വിശുദ്ധമാവില്ല. നല്ല പ്രവൃത്തിയിലൂടെ മുന്നോട്ട് പോയാലേ വിശുദ്ധമാവും. നമ്മള് കുറച്ച് പാല്, ആ ഒരു പാലെടുത്തിട്ട് നമ്മള് എന്താ പറയാ, എല്ലാം പോട്ടെ, പാലിനെ വിട്, ഏറ്റവും പരിശുദ്ധമായിരിക്കുന്ന നല്ല രുചികരമായിരിക്കുന്ന ഭക്ഷണം അത് റോഡ് സൈഡിൽ ചെളിയും എന്താ പറയാ പട്ടിയും പൂച്ചയൊക്കെ കിടക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചാൽ എത്ര രുചിയുള്ള ഭക്ഷണമായാലും നമുക്കൊരു അറപ്പ് തോന്നും, അല്ലെ?
വൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ ആ ഭക്ഷണം കൊണ്ടുപോയി വെച്ചു കഴിഞ്ഞാൽ അത് എത്ര നല്ല ഭക്ഷണമായാലും ശരി, അമൃതമായാലും ശരി, നമുക്കത് കഴിക്കാൻ തോന്നില്ല. അതിന്റെ തൊട്ടടുത്ത് മലവിസർജനമൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും കഴിക്കില്ല. തൊടാൻ പോലും നമുക്ക് തോന്നില്ല, അറപ്പ് തോന്നും. അപ്പൊ ആ സാഹചര്യമാണ് അവിടെ പ്രശ്നം, അല്ലാതെ ആ ഭക്ഷണമല്ല പ്രശ്നം. അതേസമയം നമ്മൾ ആ ഭക്ഷണം നല്ലൊരു സ്ഥലത്ത്, നല്ല വൃത്തിയുള്ള ഒരു സ്ഥലത്ത്, ഒരു വീട്ടില് അടച്ചു വെച്ചൊരു പാത്രത്തിന്റെ അകത്താണ് നമ്മൾ വെക്കുന്നതെങ്കിൽ ആ രുചി നമ്മൾ അങ്ങ് ആസ്വദിച്ച് കഴിക്കും. കാരണം എന്താ, ആ സാഹചര്യമാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഈ രണ്ട് സാഹചര്യങ്ങൾക്കും വ്യത്യാസമുണ്ട്, മനസ്സിലായില്ലേ? ഒന്ന് നമ്മൾ വെച്ച ഭക്ഷണം വെച്ച തെരുവ്, രണ്ട് നമ്മൾ വെച്ച ആ വീട്. അപ്പൊ ഈ സാഹചര്യങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങൾക്കും നമ്മൾ എന്ത് കാര്യം പറയുമ്പോഴും ചെയ്യുമ്പോഴും ഒരു കാലെടുത്ത് മുന്നോട്ട് വെക്കുമ്പോഴും സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. സാഹചര്യം ശരിയല്ല എങ്കിൽ നമ്മുടെ ലൈഫ് ഒരു വലിയൊരു കുഴിയിലേക്കാണ് പോവുക. അത് നമ്മൾ തന്നെ കുഴിക്കുന്ന കുഴി. ഇപ്പോ ലാലി ശ്രീനിവാസൻ മാതാജി, ഇപ്പൊ ഞാൻ മാതാജിയെ വിളിച്ച് ശ്രീകുമാരി മാതാജിയെ കുറിച്ച് കുറെ കുറ്റം പറയാന്ന് കരുതാം. ഇവിടെ ആരാണ് അനുഭവിക്കുന്നത്? പറയുന്നവനും കേൾക്കുന്നവനും തുല്യമായി അനുഭവിക്കുകയാണ്. അതേസമയം നമ്മൾ വിളിച്ചിട്ട് കൃഷ്ണനെ കുറിച്ച് പറയാം, അല്ലെങ്കിൽ നമ്മുടെ വിഷമങ്ങൾ ഒരാളോട് ഷെയർ ചെയ്ത് അവര് നമുക്ക് നല്ലൊരു ഉപദേശം തരികയാണെങ്കിൽ അവിടെ കൃഷ്ണന്റെ അനുഗ്രഹം എത്രത്തോളം വർദ്ധിക്കുന്നറിയും. അങ്ങനെ 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 നമ്മൾ എന്ത് ചെയ്യണം? ഓരോ നിമിഷവും ആനന്ദദായകമാക്കി മാറ്റണം. നമ്മൾ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഓരോ സമയവും എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം. ഇപ്പൊ ഫോണും എടുത്ത് റീൽസും കണ്ട് വെറുതെ കിടന്ന് ഉറങ്ങുകയാണ്. ബോറടിക്കുന്നു. ഇതാണ് സംസാരം. ഒരു 100 വർഷം ബാക്കോട്ട് ചിന്തിക്കും, അല്ലെങ്കിൽ ഒരു 200 വർഷം ബാക്കോട്ട് ചിന്തിക്കും. ഈ ഒരു വാക്ക് തന്നെ ആരുടെ ജീവിതത്തിൽ ഇല്ല എന്നുള്ളതാണ്. സാഹചര്യങ്ങളും സൗകര്യങ്ങളും കൂടുമ്പോൾ ബോറടിയും കൂടിത്തുടങ്ങി. മൊബൈലും ഇല്ല, പാട്ട് കേൾക്കാനുള്ള സൗകര്യവും ഇല്ല, സിനിമ കാണാനുള്ള സൗകര്യവും ഇല്ല, തിയേറ്ററും ഇല്ല, ബീച്ചിൽ പോയി ഇരിക്കലും ഇല്ല. ഒന്നും ഇല്ലാത്ത കാലത്ത് ജനങ്ങൾക്ക് ബോറടിയില്ല. മിക്സി ഇല്ല, ഗ്രൈൻഡറും ഇല്ല, ഒന്നും ഇല്ലാത്ത കാലത്ത് ജനങ്ങൾക്ക് ബോറടിയില്ല. എന്റർടൈൻമെന്റിനുള്ള സൗകര്യങ്ങൾ കൂടിയപ്പോഴോ ബോറടിക്കാൻ തുടങ്ങി. എന്ത് മര്യാദകേടായി! ഒരുപാട് നമുക്ക് വായിക്കാനുണ്ട്, ഒരുപാട് നമുക്ക് കേൾക്കാൻ സാധിക്കും. അങ്ങനെ ആ സമയങ്ങളെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. എന്തൊരു നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള സാഹചര്യവുമാക്കി നമ്മൾ ആ സമയത്തെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ബോറടി ഉണ്ടാവില്ല. ഈ ബോറടി എന്ന് പറയുന്നത് സ്വയം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫീലിംഗ് ആണ്. മനസ്സിലായില്ലേ? സ്വയം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫീലാണ്. അത് നമ്മൾ എന്ത് ചെയ്യണം? മാറ്റിവെക്കണം. അത് നമ്മൾ എപ്പോഴും നന്മയുള്ള കാര്യങ്ങൾക്കായിട്ട് മാറ്റിവെക്കണം. വെറുതെ മൊബൈലെടുത്ത് കുത്തിയിരുന്നിട്ട് ഇങ്ങനെ എടുത്ത് അവരെ വിളിച്ച് ഇവരെ വിളിച്ച് കഥ പറഞ്ഞ് ചുമ്മാ സംസാരിച്ച് ചാറ്റ് ചെയ്ത് ഹായ് ഹോയ് ഹേയ് എന്ന് പറഞ്ഞ് ചാറ്റ് ചെയ്ത് എന്തിനാ അതിൻ്റെയൊക്കെ ആവശ്യം? ആ സമയം കൊണ്ട് ഈ ജീവിതം വളരെ ചെറുതാണ്. നാളെ ഈ സമയത്ത് ഞാൻ ജീവനോടെ ഉണ്ടോന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. ഉറപ്പ് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. നാളെ ഈ നേരത്ത് ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടോ എന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അത്രയും ഒരു ചെറിയ സമയത്തിലാണ് ഞാൻ പോകുന്നത്. അപ്പൊ എൻ്റെ മക്കൾക്ക് നന്മ വരണം, എൻ്റെ ഭർത്താവിന് നന്മ വരണം. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കണം, ഞാൻ ജപിക്കണം, ഞാൻ വായിക്കണം. എൻ്റെ നിരവധി ജന്മങ്ങൾ കൊണ്ട് ഞാൻ ചെയ്ത തെറ്റുകളെല്ലാം പോയി നല്ല ഒരു ജീവിതത്തിലേക്ക് ഞാൻ വരണം എന്ന ചിന്താവബോധത്തോടെ നമ്മൾ എന്ത് ചെയ്യണം? മുന്നോട്ട് ജീവിക്കണം. അല്ലാതെ കുനിഷ്ടും കൂനായ്മയും കുനുമ്പും അസൂയയും പരദൂഷണവും കുറ്റവും കുറവും ഇതിനൊന്നും ആവശ്യമില്ല. ആരോട് മത്സരിക്കുന്ന ഈ ജീവിതത്തിൽ? കൃഷ്ണനോടാണോ ഈ മത്സരിക്കുന്നത്? കൃഷ്ണൻ തന്ന ദയാവായ്പല്ലേ ഈ ജീവിതം? കൃഷ്ണൻ പറഞ്ഞു വിട്ടിട്ടില്ലേ ഇനിയെങ്കിലും തിരുത്തിയിട്ട് വാ, ഇനിയെങ്കിലും നന്നായിട്ട് വാ എന്ന് പറഞ്ഞല്ലേ കൃഷ്ണൻ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്? ആ നന്നാവാനുള്ള അവസരത്തെ എന്തിനിങ്ങനെ ദുരുപയോഗം ചെയ്യുന്നു? മറ്റുള്ളവരെ വിളിച്ചു കഴിഞ്ഞാൽ ആവശ്യമില്ല എന്ന് തോന്നുന്ന കോളാണെങ്കിൽ അവിടെ കട്ട് ചെയ്യണം. ഞാൻ അങ്ങനെയാണ്. ഓക്കെ മാതാജി, ശരി, പിന്നെ വിളിക്കാം. കട്ട് ചെയ്തു. അൺവാണ്ടഡ് ടോക്സ് വേണ്ട നമ്മുടെ ജീവിതത്തിൽ. അനാവശ്യ സംസാരങ്ങൾ വേണ്ട. അവിടെ സ്റ്റോപ്പ് ചെയ്യാം. നമ്മളാണ് നമുക്ക് ശത്രുക്കളെ ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്ക് ശത്രുക്കളൊന്നുമില്ല. നമ്മളെ ശത്രുവായി കാണുന്നവനോട് നമ്മൾ ബഹുമാനം വെക്കണം. കാരണം എന്താ? അവൻ നമ്മളെ കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നു. നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മൾ മറന്നുപോകും, നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മൾ മറന്നുപോകും. കാരണം എന്താ?
അവരോട് നമുക്ക് പ്രതികാരമില്ല. പ്രതികാരമുള്ള വ്യക്തികളെ നമ്മൾ 24 hours 365 days നമ്മൾ ആലോചിച്ചുകൊണ്ടേയിരിക്കും. അവരവിടെ എത്തി, അവരിവിടെ എത്തി, അവരങ്ങനെയായി, അവരിങ്ങനെ. നമുക്ക് അവരെ കുറിച്ച് ഓർമ്മകളിലേ ഇല്ല. കാരണം എന്താ? അവരായി അവരെ പാടായി, നമുക്ക് അറിഞ്ഞുകൂടാ. നമുക്കൊരു പ്രതികാരവും ആ വ്യക്തിയോടില്ല. ദേഷ്യമുള്ള വ്യക്തികളെയാണ് നമ്മൾ ആലോചിച്ചിരിക്കുക, ദേഷ്യമില്ലാത്ത വ്യക്തികളെ നമ്മൾ ആലോചിക്കുകയും. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് കർത്താവ്, കർമ്മം, അവസ്ഥ, പ്രയത്നം. കർത്താവ്, കർമ്മം, അവസ്ഥ, പ്രയത്നം, ഭാഗ്യം. 5 കാര്യങ്ങൾ. കർത്താവ്, കർമ്മം, അവസ്ഥ, പ്രയത്നം, ഭാഗ്യം. അങ്ങനെ 5 കാര്യങ്ങളെ ആശ്രയിച്ചു നിൽക്കുന്ന ഒരു പ്രവർത്തനങ്ങളും ഭഗവാനെ ബാധിക്കില്ല. കാരണം ഭഗവാന് കർമ്മഫലങ്ങളില്ല. മനസ്സിലായില്ലേ? നമുക്കാണ് ഇതെല്ലാം ഉള്ളത്, ഭഗവാൻ ഇതൊന്നുമില്ല. അദ്ദേഹം വളരെ ഫ്രീ ആണ്. അതുകൊണ്ടാണ് ഭഗവാൻ എപ്പോഴും ചിരിക്കാൻ സാധിക്കുന്നത്. നമ്മളാണ് ഉള്ളിൽ ഒരുപാട് ചിന്തിച്ചു കൂട്ടി അനാവശ്യ കാര്യങ്ങൾക്കുള്ള സ്പേസ് ഹൃദയത്തിൽ നൽകുന്നത്. ഒരു വെള്ളത്തിൽ ഒരു ഇലയിട്ടാൽ ആ വെള്ളത്തിൽ ഇരിക്കുന്ന ഇല ആ ഒഴുക്കിനനുസരിച്ച് പോകും. ഇല സ്വയം പോയാലും വെള്ളത്തിനൊപ്പം തുഴഞ്ഞാലും എന്തായാലും ഒരു ഡെസ്റ്റിനേഷനിലെത്തും, അല്ലേ? അപ്പോൾ നമ്മളും നമ്മുടെ ഭഗവാൻ തന്നിരിക്കുന്ന ഈ ജീവിതത്തിൽ സന്തോഷമായി, സുഖമായി, സമാധാനമായി മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. ക്ലാസ്സിലാണേ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വിളിക്കൂ കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ജീവിക്കാൻ പഠിക്കണം. അല്ലാതെ നമ്മൾ വരച്ച വരയിലൂടെ നമ്മുടെ ജീവിതം പോകണമെന്ന് ഓർത്തു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കില്ല. ഞാൻ വരാം സുജാത മാതാജി. ഒരിക്കലും നടക്കില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല പല പ്ലാനിങ്സ് വെക്കും. ഇങ്ങനെ ആവണം, അങ്ങനെ ആവണം, അതുപോലെ ആവണം, ഇതുപോലെ ആവണം. പക്ഷെ ഒന്നും ആവില്ല, വേറെ എന്തൊക്കെയോ ആയിത്തീരും. ഞാനൊന്നും ഒരിക്കലും ഗീത എടുക്കുന്ന ചിന്തിച്ചതേ ഇല്ല. എനിക്ക് അങ്ങനെ ഒരു ലക്ഷ്യവും ഇല്ലായിരുന്നു. പക്ഷെ ഭഗവാൻ എടുപ്പിച്ചു. ഓരോ അധ്യായം പഠിക്കാനും പറയാനും ഇരിക്കുമ്പോഴും ഞാൻ എന്ത് പറയുന്നു എനിക്ക് വ്യക്തമായിട്ടൊരു നിലപാടും ഇല്ല. വാക്കുകൾ പോലും എൻ്റെ മൈൻഡിൽ സ്റ്റോർ അല്ല. പക്ഷെ പറഞ്ഞു പോകുന്നു, പറയുന്നു. അത് ഭഗവാന്റെ കാരുണ്യമാണ്, ഭഗവാന്റെ തീരുമാനമാണ്. അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾക്കനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് നല്ലതായി ഭവിക്കും. നമ്മുടെ തീരുമാനങ്ങൾ ഞാൻ പിടിച്ച മുയലിന് 4 കൊമ്പ് എന്ന് പറഞ്ഞ രീതിയിൽ ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് വേസ്റ്റ് ആവും. നമ്മളൊരിക്കലും ഭക്തനാണ്, ഭക്തയാണ് എന്നൊന്നും അവകാശപ്പെടേണ്ട കാര്യമില്ല. ഒരിക്കലും നമ്മൾ ഭക്തനും ഭക്തിയൊന്നും അല്ല. അതിനുള്ള യോഗ്യതയും നമുക്കില്ല. ഒരു ചന്ദനം തൊട്ടതുകൊണ്ടോ കണ്ടിമാല ധരിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ എന്താ പറയുക 16 മാല ജപിച്ചത് കൊണ്ടോ ഭക്തനോ ഭക്തയോ ആവില്ല. ഹൃദയം പരിശുദ്ധമാണെങ്കിലേ ഭക്തനും ഭക്തയുമാവും. ആ ഹൃദയ പരിശുദ്ധി നോക്കുന്നത് ആരാണ്? സാക്ഷാൽ ഭഗവാനാണ്. പ്രവർത്തികളിലൂടെ തിരിച്ചറിയാൻ പറ്റും ആ വ്യക്തി എങ്ങനെയാണെന്ന്. പിന്നെന്താ പറയുന്നത്? പ്രേമയുക്തമായിരിക്കുന്ന ശ്രീകൃഷ്ണ സേവനത്തിൽ മുഴുകിയിരിക്കുന്നത് തന്നെയാണ് ഇതിന് കാരണം, അല്ലെ? നമ്മൾ പ്രേമയുക്തമായിരിക്കുന്ന ശ്രീകൃഷ്ണ സേവനത്തിൽ, സാധാ ശ്രീകൃഷ്ണ സേവനമല്ല പറയുന്നത്. നമ്മൾ ഓരോ വേർഡ്സും പഠിച്ചെടുക്കണം. പ്രേമയുക്തമായിരിക്കുന്ന ശ്രീകൃഷ്ണ സേവനത്തിൽ. ഒരു യാന്ത്രികമായി ഭഗവാന്റെ മുമ്പിൽ അയ്യോ രാവിലെ ആയി 6 മണിയായി വിളക്ക് വെക്കണ്ടേ, വിളക്ക് വെച്ചു. ഭഗവാനെ ഒന്ന് എന്തെങ്കിലും മുന്നിൽ കൊണ്ടുവെക്കണ്ടേ, ഒരു പഴം കൊണ്ടുവച്ചു, ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവച്ചു. അയ്യോ ഭഗവാന്റെ ഭാഗത്ത് തുളസി വെച്ചിട്ടില്ല, കൊണ്ടുവച്ചു. ഇതൊരിക്കലും പ്രേമയുക്തമായിരിക്കുന്ന സേവനമല്ല. ഹൃദയം കൊണ്ട് അദ്ദേഹത്തെ നമ്മൾ സേവിക്കാൻ പഠിക്കണം. നമ്മൾ ഒരു എന്താ പറയുക, നമ്മുടെ കുഞ്ഞുങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ അമ്മമാരെങ്ങനെ നോക്കിയാലും കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ അത് ഫസ്റ്റ് ബേബിയാണെങ്കിൽ പിന്നെ പറയും വേണ്ട. കുഞ്ഞിനെ കിടത്തി കാലൊക്കെ തുടച്ച് മുടിയൊക്കെ ഇങ്ങനെ ഒതുക്കി നമ്മൾ പുരികമൊക്കെ വരച്ചു കൊടുത്ത് ഉറങ്ങുമ്പോൾ നമ്മളിങ്ങനെ നോക്കിയിരുന്നു ഒന്ന് പുതപ്പിച്ചു കൊടുത്ത് ഒരു വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് നമ്മളുണ്ടാവും ആ കുട്ടിയുമായിട്ട്, അല്ലെ? ഒരു അമ്മ കുഞ്ഞിന്റെ ഒരു റിലേഷൻ എന്ന് പറയുന്നത്. ഡെലിവറി കഴിഞ്ഞ് ആ കുഞ്ഞിനെ ഇങ്ങനെ കിട്ടുമ്പോൾ നമ്മൾ എന്തോരം കെയർ ചെയ്തിട്ടാണ് ആ കുഞ്ഞിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. ചിന്തിച്ചു നോക്കൂ. അപ്പൊ അതേപോലെ അതേ രീതിയിൽ നമ്മൾ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല ആ കുഞ്ഞിൽ നിന്ന്. അപ്പോ ഞാനിപ്പോ ഈ ന്യൂ ബോൺ ബേബി എങ്ങനെ ട്രീറ്റ് ചെയ്ത നാളത്തെ ദിവസം ആ ന്യൂ ബോൺ ബേബി നമ്മൾ ഇങ്ങനെ നോക്കും, ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ ഒരു ഭയങ്കരമായ കെയറിങ് നമ്മൾ ആ കുഞ്ഞിന് കൊടുക്കുന്നു. അപ്പൊ അത് ഒരു പ്രേമമാണ്. അതിനേക്കാൾ മുകളിലായിരിക്കണം നമ്മൾ ഭഗവാന് കൊടുക്കുന്ന പ്രേമം എന്ന് പറയുന്നത്. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ
കുചേലൻ ഒന്നും പ്രതീക്ഷിക്കാതെയാണ് ദ്വാരകയിലെത്തിയത്. പക്ഷെ കുചേലന് വേണ്ടതെല്ലാം ഭഗവാൻ കൊടുത്തു. പ്രതീക്ഷിക്കുന്നവർക്ക് ഭഗവാൻ ഒന്നും കൊടുക്കില്ല. കാരണം അതൊരു തരം ആഗ്രഹമാണ്. ആഗ്രഹത്തെ ഭഗവാൻ വളർത്താൻ ഇഷ്ടപ്പെടുന്നില്ല. ആവശ്യങ്ങളാണെന്ന് നമ്മൾ പറഞ്ഞാലും ആ ആവശ്യങ്ങൾ ഭഗവാൻ അറിയാം കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാൻ. അത് കൊടുക്കേണ്ട സമയമാകുമ്പോൾ ഭഗവാൻ കൊടുത്തോളൂ. മനസ്സിലാവുന്നില്ല? അപ്പൊ അതേപോലെ പ്രേമമാണ് നമുക്ക് ഭഗവാനോട് വേണ്ടത്. ആവശ്യവും ആഗ്രഹവും അല്ല ഭഗവാനോട് വേണ്ടത്. അതില്ലാത്തൊരവസ്ഥ വരുമ്പം ഭഗവാൻ നമ്മുടെ കാര്യങ്ങളെല്ലാം കൃത്യമായി നടത്തിത്തരും. യാതൊരു സംശയവുമില്ല, അദ്ദേഹം നടത്തേണ്ടത് കൃത്യമായി അദ്ദേഹം നടത്തിത്തരും. ശരീരവും ഇന്ദ്രിയങ്ങളും കൊണ്ട് അയാൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമെന്ന് തോന്നുന്നെങ്കിലും അയാൾ തന്റെ ആധ്യാത്മിക പ്രവർത്തനമാകുന്ന യാഥാർത്ഥ സ്ഥിതിയെപ്പറ്റി ബോധവാനാണ്. എന്താ പറയുന്നത്? ശരീരവും ഇന്ദ്രിയങ്ങളും കൊണ്ട് അയാൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ പോലും അയാൾ തന്റെ ആധ്യാത്മിക പ്രവർത്തനമാകുന്ന യഥാർത്ഥ സ്ഥിതിയെപ്പറ്റി ബോധവാനാണ്. നമ്മൾ ശരീരം കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ഓക്കെ മോനെ, ശരീരം കൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് അല്ലെ? പക്ഷെ ആത്മാവ് കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ എന്താണ്, ഭഗവാനാണ് നമ്മളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നത്. നമ്മൾ അഹങ്കരിക്കേണ്ട. അവനെ ഞാൻ വെറുതെ വിടില്ല, അവളെ ഞാൻ വെറുതെ വിടില്ല, അവൻ നശിച്ചു കാണാം, അവൾ നശിച്ചു കാണാം. ഈ തീരുമാനത്തോടു കൂടി ഈ ചെറിയ സമയത്തിന്റെ ഉള്ളിൽ എങ്ങോട്ടൊക്കെയാ ഒരു മനുഷ്യൻ ഓടുന്നത്, എന്തൊക്കെയാ ചെയ്തു കൂട്ടുന്നത്, എന്താ ഇതിൻ്റെയൊക്കെ ആവശ്യം, എത്ര ദൂരം ഓടും? ഞാൻ ചിന്തിക്കുന്ന കാര്യമാണ്. എത്ര ദൂരം ഓടും? എന്തിനു വേണ്ടി ഓടുന്നു? ഒരു 100 വർഷം പോട്ടെ, ഒരു 50 വർഷം പോട്ടെ, ഒരു 10 വർഷം മുൻപേ നമ്മൾ കണ്ടവരൊക്കെ പലരും നമ്മളെ വിട്ടു പോയില്ലേ? ഒരു ദിവസം മുൻപേ നമ്മൾ കണ്ടവർ പോലും നമ്മളെ വിട്ടു പോയില്ലേ? തിരിച്ചു വരാനാവാത്തൊരു ലോകത്തേക്ക്. ആ ചെറിയ നേരത്തിൽ കിടന്നിട്ട് ഈ ബഹളം കൂട്ടുന്നത് എന്തിനാന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അപ്പോ നമ്മൾ എന്നും മനസ്സിലാക്കണം, നമ്മൾ ഒന്നിന്റെ പിന്നാലെ ഓടണ്ട. നമ്മൾ മാക്സിമം ഭഗവാൻ എന്ന് പറഞ്ഞ ആ ഒരു ചിന്തയിലിരിക്കുക. നമുക്ക് വേണ്ടത് കൃത്യമായി നമ്മുടെ കൈകളിൽ വരും. ഒന്നിനെക്കുറിച്ച് ആദിയും വ്യാധിയും വേണ്ട. സ്വസ്ഥമായി ഇരിക്കാൻ പഠിക്കും, സമാധാനമായി ഇരിക്കാൻ പഠിക്കും. വരാനുള്ളത് വഴിയിൽ തങ്ങില്ല, അത് വരും. അത് ആരുടെയും തെറ്റല്ല, കർമ്മയോഗമാണ്, കർമ്മഫലമാണ്. അത് തീരാനും അത് ഫേസ് ചെയ്യാനുമാണ് നമ്മളിവിടെ വന്നത്. അത് നമുക്ക് ഫേസ് ചെയ്യാന്നേ. അത് ഫേസ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോവാം. മനസ്സിലായില്ലേ? അല്ലാണ്ട് അതിന്റെ പുറകിൽ കിടന്ന് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട. സ്വസ്ഥമായി ഇരിക്കുക, റിലാക്സ് ആയിട്ടിരിക്കുക. എത്രത്തോളം റിലാക്സ് ആവാൻ പറ്റും അത്രത്തോളം റിലാക്സ് ആവും. ആദ്യം വ്യാധിയും ഹൃദയത്തിൽ നിന്ന് കുറയ്ക്കുക. നമ്മൾ ഇന്നിപ്പോ ഇരിക്കുന്നു, നാളെ എന്ത് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും നമുക്ക് അറിഞ്ഞൂടാ. മനസ്സിലായില്ലേ? ഇന്നിപ്പോ രാവിലെ എത്ര സമയമായി? 9:06. നാളെ ഈ 9:06 എന്താ നടക്കാൻ നമുക്ക് വല്ല നിശ്ചയമുണ്ടോ? ഒരു നിശ്ചയവും ഇല്ല. പിന്നെ ഇത്രയും ഫ്രസ്ട്രേറ്റഡ് ആവണ്ട നമ്മൾ, കേട്ടോ. ഭൗതിക അവബോധത്തിൽ, അതായത് ഈ ലോകത്തെയാണ് ഭൗതിക അവബോധം എന്ന് പറയുന്നത്. ഈ ലോകത്തില് യാഥാർത്ഥ്യ സ്ഥിതിയെ പറ്റി നമ്മൾ ബോധവാനാകണം. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഇവിടുന്ന് പോകും. ഇന്നലെ നമ്മൾ വേറെ എവിടെയോ ആയിരുന്നു. നമ്മളിൽ പലരും കഴിഞ്ഞ ജന്മത്തിൽ മലയാളീസ് ആയിരിക്കില്ല, മനുഷ്യരായിരിക്കില്ല. ആലോചിച്ച് നോക്കണം. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ നമ്മള് ഈ അവസ്ഥ, ഇപ്പൊ കിട്ടിയ ഈ ജന്മത്തെ കുറിച്ച് നന്നായിട്ടൊന്ന് ആലോചിക്കുക. എന്താണ് ഈ ജന്മം? എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും വിഷമിക്കുന്നത്? ഞാൻ ഇത്രയും ടെൻഷൻ അടിക്കുന്നത് എന്തിനാണ്? എങ്ങനെ നമുക്ക് ഇതിൽ നിന്ന് പുറത്തു വരാം? എവിടെയാണ് എനിക്ക് തെറ്റ് സംഭവിച്ചത് ജീവിതത്തിൽ? ഞാൻ നിൽക്കേണ്ട സ്ഥാനത്തല്ലേ ഞാൻ നിന്നത്? ഞാൻ ചിന്തിക്കേണ്ട രീതിയിലല്ലേ ഞാൻ ചിന്തിച്ചത്? ഞാൻ പറയാൻ പാടില്ലാത്ത വാക്കുകൾ ആരോടെങ്കിലും പറഞ്ഞു പോയോ? ചെയ്യാൻ പാടില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ ചെയ്തു പോയോ? ഞാൻ എന്തിന് ഇത്രത്തോളം ഈ സ്ഥാനത്തിരുന്ന് വേദനകൾ അനുഭവിക്കണം? ഇത്രത്തോളം അപമാനങ്ങൾ എന്തിന് ഏറ്റുവാങ്ങണം? ഒരു വ്യക്തിയോടായാലും ആ വ്യക്തിയോട് നമുക്ക് താല്പര്യമില്ലെങ്കിൽ അതിൽ നിന്ന് പുറത്തു വരണം. എന്തിന് സഫർ ചെയ്യുന്നു? ഈ ബന്ധങ്ങളെല്ലാം ഈ ഭൂമിയിൽ വന്നിട്ടുണ്ടായ ബന്ധങ്ങളല്ലേ? വരുന്നതിന്റെ മുമ്പ് എവിടെയായിരുന്നു? നമ്മളെ കൊണ്ട് ആരും നമ്മളെ എന്താ പറയുക, ഒരു അസഭ്യം പറയിക്കാൻ നമ്മൾ ഒരിക്കലും നിന്നു കൊടുക്കരുത്.
അതിന്റെ അർത്ഥം അവരെ തല്ലണം, ചീത്ത വിളിക്കണം എന്നല്ല. ആ സാഹചര്യത്തെ നമ്മൾ ഒഴിവാക്കണം. നമ്മൾ നിൽക്കേണ്ട സ്ഥാനത്ത് നമ്മൾ നിൽക്കുകയാണെങ്കിൽ ഒരാളും നമ്മളെ ചോദ്യം ചെയ്യില്ല. ഒരാളും ചോദ്യം ചെയ്യില്ല. ബഹുമാനം എന്ന് പറയുന്നത് കൊടുത്താൽ കിട്ടുന്നത് മാത്രമല്ല, കൊടുക്കാഞ്ഞാലും കിട്ടും. നിശബ്ദതയിലൂടെ. ജീവിതത്തിലെ ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് നിശബ്ദതയാണ്. പറയേണ്ടവരെന്തും ആരും പറയട്ടെ. എത്രത്തോളം നിശബ്ദത കൈവരിക്കുന്നു അത്രത്തോളം നമുക്ക് ഉയർച്ചയുണ്ടാവും. അത്രത്തോളം കൃഷ്ണൻ നമ്മളോട് അടുത്തടുത്ത് വരും. ശിശുപാലൻ 100 പ്രാവശ്യം ഭഗവാനെ തള്ളി പറഞ്ഞപ്പോഴും ഭഗവാൻ നിശബ്ദത കൈവരിച്ചാൽ നിന്നത് അല്ലെ? അദ്ദേഹത്തിന് സാധിക്കാഞ്ഞിട്ടാണ്. ആ 100 തവണയും എന്തെല്ലാം മോശത്തരം ഭഗവാനോട് പറഞ്ഞു കാണും. ഭഗവാൻ ക്ഷമയോടെ ഇരുന്നില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ദേവകിയുടെ എത്ര മക്കളെ കംസൻ കൊന്നു. ഭഗവാൻ ആ ഒരു വധം എന്ന് പറഞ്ഞുകൊണ്ട് ഉടനെ ഭഗവാൻ ചാടി പുറപ്പെട്ടില്ല, ക്ഷമയോടെ ഇരുന്നു. ഒരു ദിവസമുണ്ട് എല്ലാവരുടെ ജീവിതത്തിലും നിങ്ങൾ അപമാനിക്കപ്പെട്ടതിനും ഒറ്റപ്പെട്ടതിനും വേദനിച്ചതിനും കണ്ണീരൊഴുക്കിയതും എല്ലാം ഭഗവാൻ കാണുന്നുണ്ട്. ഇന്ന് രാവിലെയും നെഞ്ചുരുകി ഭഗവാനെ വിളിച്ചത് ഭഗവാൻ കണ്ടിട്ടുണ്ട്. ഉറങ്ങി എഴുന്നേറ്റ് കട്ടിലിൽ ഇരുന്ന് കൃഷ്ണ ഇനി എന്ത് ചെയ്യും എന്ന് ചോദിച്ചതും ഭഗവാൻ കേട്ടിട്ടുണ്ട്. കേൾക്കാതെ ഇല്ല, കേട്ടിട്ടുണ്ട്. ഉടനെ ഭഗവാൻ അതിനുള്ള പരിഹാരം നിങ്ങളുടെ മുൻപിലേക്ക് എത്തിച്ചു തരും, ഉറപ്പാണ്. മനസ്സിലായില്ലേ? അത് ഭഗവാൻ എത്തിച്ചു തരും, പ്രയാസപ്പെടണ്ട. ഭഗവാനെ ഇത്രയെല്ലാം ചെയ്തിട്ടും ഒന്നും ശരിയാവുന്നില്ലല്ലോ, പ്രാർത്ഥിച്ചിട്ടും ശരിയാവുന്നില്ലല്ലോ കൃഷ്ണ, ആലോചിച്ചിട്ട് ഒരു കരയില്ല, എന്ത് ചെയ്യുമെന്ന്. അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട. ഭഗവാൻ അതെല്ലാം കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്, കണ്ടിട്ടുമുണ്ട്, അറിഞ്ഞിട്ടുമുണ്ട്. അതിനുള്ള ഉത്തരം ഭഗവാൻ വൈകാതെ തരും. കൃഷ്ണാവബോധത്തിലാകട്ടെ അവ കൃഷ്ണന്റെ ഇന്ദ്രിയ പ്രീണത്തിലാണ് മുഴുകിയിരിക്കുന്നത്. ഇന്ദ്രിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്ന് തോന്നാമെങ്കിലും കൃഷ്ണാവബോധമുള്ള മനുഷ്യൻ എപ്പോഴും മുക്തനാണ്. അപ്പോൾ നന്നായി ഭഗവാനെ പ്രാർത്ഥിക്കുന്ന കൃഷ്ണാവബോധമുള്ള ഒരു വ്യക്തി എന്താ ചിന്തിക്കുക? ഒരാളെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, അവരെപ്പോഴും അവരുടേതായ ലോകത്ത് ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. അല്ല, അവരുടെ ഉള്ളിൽ എന്നും കൃഷ്ണനാണ്. അവരുടെ നിശബ്ദതയും അവരുടെ സൗമ്യതയും അവരുടെ എന്താ പറയാ ഇല്ലായ്മയും നമുക്ക് മനസ്സിലാക്കുന്നതിലാണ് എന്നുള്ളത്. ഈ കൃഷ്ണാവബോധത്തിലുള്ള വ്യക്തികളെ കണ്ടാൽ നമുക്ക് എളുപ്പം തിരിച്ചറിയാൻ പറ്റും. കാരണം എന്താ പറയുക, അവരെപ്പോഴും ഒരു നിശബ്ദത, ഒരു എന്താ പറയാ, അവര് വേറൊരു ലോകത്താണ് അവരിയ്ക്കുക. അവരൊരുപാടൊന്നും ഫ്രസ്ട്രേറ്റഡ് ആവില്ല. അവരൊരുപാടൊന്നും കിടന്നിട്ട് ഇങ്ങനെ എന്താ പറയാ അത് ഇത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇറിറ്റേറ്റഡ് ആവില്ല. അവർക്കൊരു നിശബ്ദതയുണ്ടാവും. ചുറ്റിനും എന്ത് സംഭവിച്ചാലും അവരതിനെ വളരെ നിസ്സഹായ അവസ്ഥയോടെ നോക്കിക്കാണും. 1000 വാക്കുകൾ അവർ സംസാരിക്കില്ല, ഒരു വാക്കേ സംസാരിക്കും. അത് കൃഷ്ണനോട് ബന്ധപ്പെട്ട വാക്കായിരിക്കും. ആ വാക്കിലെല്ലാം ഉണ്ടാവും. എത്ര അപമാനിക്കപ്പെട്ടാലും അവരത് സഹിക്കും, പൊറുക്കും. അവരുടെ കർമ്മഫലം തീരാണല്ലോ എന്ന് ആലോചിച്ചിട്ട്, കഴിഞ്ഞ ജന്മത്തിലൊക്കെ ചെയ്തതിന്റെ ദുരിതങ്ങളെല്ലാം തീരാണല്ലോ, തീരട്ടെ എന്നാലോചിച്ച് അവർ നിശബ്ദമായിരിക്കും. ഇതാണ് കൃഷ്ണാവബോധത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തി. സാരല്ല, നമ്മൾ മഞ്ജരീസിലൂടെ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഓരോ ശ്ലോകങ്ങൾ വായിച്ചു പോവാം, അർത്ഥം പറഞ്ഞു. പക്ഷെ അങ്ങനെ പോയാൽ നിങ്ങൾക്ക് ഗീത മനസ്സിലാവില്ല. ഒറ്റയടിക്ക് എന്താ പറയുക, ശ്ലോകങ്ങളുടെ അർത്ഥം വായിച്ചു പോവാം, ഭാവാർത്ഥം വായിച്ചു പോവാം. ഇപ്പം നമ്മൾ എടുത്തതിൻ്റെ ഭാവാർത്ഥം ഞാൻ വായിച്ചു കഴിഞ്ഞാൽ ഇപ്പം പറഞ്ഞു തന്നുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അല്ല, ഇനി പറയാനുള്ളതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വായിച്ചു പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ദർശനം, ശ്രവണം എന്നിവ അറിവ് സമ്പാദിക്കാനുള്ള ഇന്ദ്രിയ പ്രവർത്തനങ്ങളാണ്. എന്നാൽ ചലനം, വചനം, വിഹാരം എന്നീ ഇന്ദ്രിയ പ്രവർത്തനങ്ങൾ കർമ്മത്തിന് വേണ്ടിയുള്ളതാണ്. കൃഷ്ണാവബോധമുള്ള വ്യക്തിയെ ഇന്ദ്രിയ പ്രവർത്തനങ്ങൾ ഒരിക്കലും ബാധിക്കുന്നില്ല. താൻ എന്നേക്കും കൃഷ്ണന്റെ ദാസനാണെന്നുള്ള അറിവ് അയാൾക്ക് ഭഗവത് സേവനമല്ലാതെ മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല. ഇങ്ങനെയാണ് ഭാവാർത്ഥം പോകുന്നത്. പക്ഷെ സമയമെടുത്ത് പതുക്കെ പതുക്കെ ഓരോ ലൈൻസ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്കത് ക്ലിക്കാവും, മനസ്സിലാവും. അല്ലേ? അങ്ങനെ പഠിക്കുന്നതാണ് നമുക്ക് നല്ലത്. നമുക്ക് ഒരു ധൃതിയും ഇല്ല, പതുക്കെ പതുക്കെ പഠിച്ചു പോവാം. അപ്പൊ ഇവിടെ പറയുന്നത് ദർശനം, ശ്രവണം
അതായത് ഭഗവാനെ കാണുക. മാസത്തിലൊരിക്കൽ ഗുരുവായൂർ പോവുക, തിരുപ്പതി പോവുക, വൃന്ദാവൻ പോവുക. മാസത്തിലൊരിക്കലും നമുക്കൊരിക്കലും അങ്ങനെ അത്രയും ദൂരയാത്രകൾ സാധിക്കില്ല. എന്നാൽ കൂടി ദർശനം, അല്ലെ വീട്ടിൻ്റെ അടുത്തുള്ള കൃഷ്ണക്ഷേത്രത്തിൽ പോവുക. ഇനി ഒന്നുമില്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന ഭഗവാനെ നോക്കുക. അങ്ങനെ ഭഗവാനെ കാണുന്ന അവസ്ഥ. ശ്രവണം, ദർശനം. ഇനി ശ്രവണത്തെക്കുറിച്ചാണ് പറയുന്നത്. സത്സംഗങ്ങൾ വിടാതെ കേൾക്കണം. നമ്മൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ വെച്ചിട്ട് അയ്യോ എനിക്കിപ്പോൾ സമയമില്ല സിനിമാതാജി സമയമില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ എല്ലാത്തിനും സമയമുണ്ട്. നാളെ രാവിലെ ഒരു കല്യാണമുണ്ട്, അപ്പം ആ കല്യാണത്തിന് പോകണമെന്ന് ഇനിയിപ്പോൾ ക്ലാസ് ഒന്നും കേൾക്കാൻ പറ്റില്ല. അപ്പം മാറ്റി വെക്കുന്നത് ഭഗവാനെയാണ്, എൻ്റർടൈൻമെൻറ്റിന് ഓടുകയാണ്. പക്ഷെ കൃഷ്ണാപബോധത്തിൽ അടിയുറച്ച് നിൽക്കുന്ന വ്യക്തി എന്താ അറിയും, മറ്റെല്ലാത്തിനേക്കാളും മുകളിലാണ് സത്സംഗം. പിന്നീട് നമുക്ക് കേൾക്കാം, ഇല്ല എന്ന് പറയുന്നില്ല. ജോലി തിരക്കിലൊക്കെ പറ്റായികയൊക്കെ വരും. സത്സംഗം കഴിഞ്ഞിട്ട് ജോലിക്ക് പോകാൻ ഓർത്ത് കഴിഞ്ഞാൽ ഓഫീസിൽ കയറ്റൂല, അത് വേറെ കാര്യം. എങ്കിലും സത്സംഗങ്ങൾ മുടക്കാതിരിക്കുക. പെൻഡിങ് ആവുന്ന സത്സംഗങ്ങളൊക്കെ പിന്നീട് പെട്ടെന്ന് കേട്ട് തീർത്ത് അത് മനസ്സിലാക്കി ചിന്തിച്ച് ജീവിതത്തിൽ ഓരോ നിമിഷവും മാറ്റങ്ങൾ വരുത്തി മുന്നോട്ട് പോകുമ്പോൾ അതിനെയാണ് ശ്രവണം എന്ന് പറയുന്നത്. കേൾക്കുക. കേൾവിക്കൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേൾവി എന്ന് പറയുന്നത്. അങ്ങനെ കേട്ടിട്ട് നമ്മൾ അറിവ് സമ്പാദിക്കും, അല്ലെ? ഒരുപാട് അറിവ് സമ്പാദിക്കും നമ്മൾ. അതൊക്കെ ഇന്ദ്രിയ പ്രവർത്തനങ്ങളാണ്. കാരണം എന്താ? ദർശനം കണ്ണുകൊണ്ട്, ശ്രവണം കാതുകൊണ്ട്, അറിവ് സമ്പാദിക്കും ഹൃദയത്തിൽ. അതൊക്കെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ നേടുന്നതാണ്. എന്നാൽ ചലനം, വചനം, വിഹാരം എന്നീ ഇന്ദ്രിയ പ്രവർത്തനങ്ങൾ കർമ്മത്തിന് വേണ്ടിയുള്ളതാണ്. ചലനം, വചനം, വാക്കുകൾ, വിഹാരം, നമ്മളിങ്ങനെ ഭഗവാനെ കുറിച്ച് നമ്മൾ കാണാനും കേൾക്കാനും നമ്മൾ വിഹരിക്കുന്നതല്ല, നമ്മുടെ മനസ്സ്. നമ്മുടെ വിഹാരം എന്ന് ഉദ്ദേശിച്ചത് മനസ്സിനെയാണ്. മനസ്സിങ്ങനെ യാത്ര ചെയ്യാണ്. പക്ഷെ മിക്ക ആൾക്കാരുടെയും മനസ്സെങ്ങനെ യാത്ര ചെയ്യാം? ഇന്നലെ എന്തൊക്കെയായിരുന്നു, ഹോ എന്നാലും ഈ അമ്മായിയമ്മ ഇങ്ങനെ ആയിരുന്നല്ലോ, തൊട്ടപ്പുറത്ത് അവളുടെ ഒരു സ്വഭാവം നോക്കണേ, അവൾ ഈ രീതിയിലാണല്ലോ. ഇങ്ങനെ നമ്മുടെ മനസ്സ് ചിന്തിക്കും. നമ്മുടെ മനസ്സ് അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. ഭഗവാനെ, ഇന്നലെ രാത്രി ഞാൻ മഹാഭാരതം കേട്ടു. എത്ര നല്ല മനോഹരമായിട്ടാണ് ഭീഷ്മ പിതാമഹൻ യുധിഷ്ഠിരന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. വാള് എങ്ങനെയുണ്ടായി? അസുരന്മാരിങ്ങനെ ഒരുപാട് ദ്രോഹം ചെയ്തപ്പം ആ ദ്രോഹത്തെയൊക്കെ നശിപ്പിക്കാൻ ഉണ്ടായതാണ് വാള്. ആ വാള് അസു എന്ന് പറയുന്ന ഒരിതായിരുന്നു. അത് മഹാദേവനാണ് കൊടുത്തത്. രുദ്രൻ ആ വാളും കൊണ്ട് നടന്നു. പിന്നെ അത് വിഷ്ണുവിന് കൊടുത്തു. അങ്ങനെ നമ്മൾ കേട്ടതിനെ കുറിച്ചും അറിഞ്ഞതിനെയും കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുക. ആ ചിന്തകൾ നമ്മുടെ അറിവ് കൂട്ടും. മനസ്സിലായില്ലേ? ഞാൻ ഇന്ന് എത്ര തവണ ജപിച്ചു, എത്ര തവണ വായിച്ചു. വെറുതെ ഇരിക്കുക, ബോറടിക്കണ്ട, നമുക്ക് വായിക്കാം, ഭഗവാനെ കുറിച്ച് അറിയാം. നമ്മൾ ആർക്കും ഒരു ശല്യം ആവണ്ട. ആവശ്യമുള്ള കോൾസ് മാത്രം അറ്റൻഡ് ചെയ്യുക, അനാവശ്യ കോൾസ് മാറ്റി വയ്ക്കുക. നമുക്ക് വായിക്കാം എന്ന് നമ്മൾ മനസ്സുകൊണ്ട് ചിന്തിക്കണം. ഒരു ഫോൺ കംപ്ലൈന്റ് ആയാലും വൈഫൈ ഒന്ന് കട്ടായാലും ഫോണിലൊന്ന് ചാർജ് ഇല്ലെങ്കിൽ നമുക്ക് പിടിക്കുന്ന ഒരു ഭ്രാന്ത്, ഇറിറ്റേഷൻ ആവും നമുക്ക്. വൈഫൈ കട്ടായി, ഇലക്ട്രിസിറ്റി ഇല്ല, നമുക്ക് ഭയങ്കര ദേഷ്യം വരും, അല്ലേ? അതേസമയം ഇതൊന്നും ഒരു പ്രശ്നമല്ല. എനിക്ക് കുറച്ചും കൂടെ നാരായണീയം വായിച്ച് തീർക്കാനുണ്ട്, മഹാഭാരതം കഥ കുറച്ച് കേട്ട് തീർക്കാനുണ്ട്. ഈ ചിന്ത ആർക്കും വരില്ല. അപ്പൊ നമ്മുടെ മനസ്സ് വിഹരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് നമ്മൾ സ്വയം വിലയിരുത്തണം. അങ്ങനെ വിലയിരുത്തി അങ്ങനെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അതൊക്കെ എന്തിനു വേണ്ടിയാണ്? കർമ്മത്തിന് വേണ്ടിയുള്ള, നല്ല കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, മോശം കർമ്മം ചെയ്യാനല്ല. കൃഷ്ണാവബോധമുള്ള വ്യക്തിയെ ഇന്ദ്രിയ പ്രവർത്തനങ്ങൾ ബാധിക്കുന്നില്ല. നമ്മൾ ഇന്ദ്രിയങ്ങൾ കൊണ്ട് എന്ത് പ്രവർത്തനം ചെയ്താലും കൃഷ്ണാവബോധമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി ഒരിക്കലും ഇന്ദ്രിയം കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഒരിക്കലും ബാധിക്കില്ല. അത് നമ്മൾ മനസ്സിലാക്കുക. ഒരു മിനിറ്റ് കേട്ടോ. താൻ എന്നേക്കും കൃഷ്ണന്റെ ദാസനാണെന്നുള്ള അറിവ്
താൻ എന്നേക്കും കൃഷ്ണന്റെ ദാസനാണെന്നുള്ള അറിവ് അയാൾക്ക് ഭഗവത് സേവനമല്ലാതെ മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല. നമ്മൾ ആരാണ്? ഇന്ന ആളുടെ മകളാണ്, ഇന്ന ആളുടെ ഭാര്യയാണ്, ഇന്ന ആളുടെ സുഹൃത്താണ്, ഇന്ന ആളുടെ അമ്മയാണ്, ഇന്ന ആളുടെ അച്ഛനാണ്. ഇതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ കൃഷ്ണന്റെ ഒരു ലേബൽ പറയുന്നുണ്ടോ? ഒരു അഡ്രസ് പറയുന്നുണ്ടോ? പറയുന്നില്ല. എന്തുകൊണ്ട് പറയുന്നില്ല? ഞാൻ കൃഷ്ണനിൽ നിന്ന് വേർപെട്ട ഒരു ജീവാത്മാവാണ് എന്ന് നമ്മൾ പറയുന്നില്ല, ചിന്തിക്കുന്നുമില്ല. എന്തുകൊണ്ട് അങ്ങനെയായി? നമ്മൾ കൃഷ്ണനിൽ നിന്ന് വേർപെട്ടതാണ് എന്നൊരു ബോധം നമുക്ക് വേണം, അല്ല? ആ ബോധം ഉണരുമ്പോഴാണ് നമുക്കൊരു എന്താ പറയാ, നമ്മൾ ആരാണെന്ന് നമ്മൾ തിരിച്ചറിയാം. ഇപ്പൊ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ എന്താ പറയാ? ആദ്യത്തെ ദിവസം പറയാം എൻ്റെ അമ്മ പോയി, എനിക്ക് താങ്ങാൻ പറ്റുന്നു. അതേ ഒരു 25 വർഷം കഴിഞ്ഞാൽ അമ്മ മരിച്ച ആ സമയത്ത് ഒരു തുള്ളി കണ്ണുനീര് പോലും കണ്ണിൽ നിന്ന് വരുന്നില്ല. അത്രയേ ഉള്ളൂ ദിവ്യമായ ആ ബന്ധത്തിന്റെ ആഴം പോലും. പരിശുദ്ധമായ ആ ബന്ധത്തിന്റെ ആഴം പോലും അത്രയേ ഉള്ളൂ. എന്നാൽ ഭഗവാൻ എങ്ങനെയാണ്? അവൾ എന്റെയാണ്, അവൻ എന്റെയാണ്, അവൻ പോകുന്നത് എന്നിൽ നിന്നും വേർപെട്ടുകൊണ്ടാണ്. അപ്പൊ ഭഗവാൻ ഓർമ്മപ്പെടുത്തും ഓരോരോ പ്രശ്നങ്ങൾ ജീവിതത്തിൽ തന്നുകൊണ്ട്. പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ വേഗം ഭഗവാനെ അന്വേഷിക്കും, ഭഗവാനെ എന്ന് പറഞ്ഞ് അന്വേഷിക്കും, അല്ലെങ്കിൽ ഭഗവാനെ അന്വേഷിക്കില്ല. സുഖമായി ജീവിക്കുന്ന ഒരു വ്യക്തി ഈശ്വരനെ തേടില്ല, സുഖത്തിൽ മുഴുകി അങ്ങനെ ജീവിക്കും. ദുഃഖം വരുമ്പോഴോ, മനുഷ്യരെ കൊണ്ടെല്ലാം കൈവിടുന്ന ഒരു അവസ്ഥ വരുമ്പോൾ ഭഗവാനേന്നും പറഞ്ഞിരിക്കും, അല്ല? പക്ഷെ സദാ ഈശ്വരനെ തേടുന്ന ഒരു വ്യക്തി ഒരിക്കലും ദുഃഖത്തിന് അടിമപ്പെടില്ല. ആ വ്യക്തിക്ക് ശാന്തിയും സമാധാനവും ഉണ്ടാവും. കാരണം എന്താ? അവൻ മുറുകെ പിടിച്ചിരിക്കുന്നത് കൃഷ്ണനെയാണ്. പ്രശ്നം വരുമ്പോൾ മുറുകെ പിടിക്കാനുള്ള ഒരാളല്ല കൃഷ്ണൻ എന്ന് പറയുന്നത്. എപ്പോഴും മുറുകെ പിടിക്കാനുള്ള ഒരാളാണ്. നമ്മളെ മനസ്സിലാക്കുന്ന, നമ്മളുടെ വഴികളിൽ തെറ്റ് സംഭവിക്കുമ്പോൾ വേദനിക്കുന്ന, നമ്മളെ തിരിച്ചു കൊണ്ടുവരാൻ ആത്മാർത്ഥമായി നിൽക്കുന്ന ഒരാളാണ് കൃഷ്ണൻ. ആ കൃഷ്ണനെയാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത്. അല്ലാതെ നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പറയാനുള്ള ഒരു ഉപാധിയല്ല കൃഷ്ണൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. മനസ്സിലാവുന്നുണ്ട്? മക്കളൊക്കെ നല്ല രീതിയിൽ പഠിച്ച് നല്ല ജോലി നേടി നല്ല വിവാഹം കഴിച്ച് നല്ല വീട് വെച്ച് നമുക്കും നല്ല ബാങ്ക് ബാലൻസും നല്ല ആരോഗ്യവും ഉണ്ടെങ്കിൽ ആ വ്യക്തി കൃഷ്ണനെ തേടൂല. ഈ പറയുന്ന എന്തിലെങ്കിലുമൊക്കെ നമുക്കൊരു കുറവുണ്ടെങ്കിൽ നമ്മൾ കൃഷ്ണനെ തേടും. കാരണം എന്താ? ആ കുറവ് നികത്താൻ. പക്ഷെ അങ്ങനെ കുറവ് നികത്തി തരാനുള്ള ഒരാളല്ല കൃഷ്ണൻ എന്ന് പറയുന്നത്. ആ കുറവ് തന്നത് കൃഷ്ണനാണ്. എന്തിന്? കൃഷ്ണനിൽ നിന്ന് നമ്മൾ വേർപെട്ട് പോകാതിരിക്കാൻ. പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ആലോചിക്കണം, കൃഷ്ണൻ നമ്മളിൽ ഭയങ്കര കൺസേൺ ആണ്, നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട് കൃഷ്ണൻ, അതുകൊണ്ടാണ് കൃഷ്ണൻ പ്രശ്നങ്ങൾ തന്നത്. മനസ്സിലായില്ലേ? പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആലോചിക്കണം, കൃഷ്ണൻ നമ്മളെ വല്ലാതെ നോട്ട് ചെയ്യുന്നു, നമ്മൾ എന്തോ അദ്ദേഹത്തിന്റെ വഴിയിൽ നിന്ന് സ്കിപ്പായി പോയി. അപ്പൊ നമ്മൾ വിചാരിക്കും, എന്നും ഞാൻ അമ്പലത്തിൽ പോയിട്ടുണ്ട്, എന്നും വിളക്ക് വെച്ചിട്ടുണ്ട്, എന്നും വിഷ്ണു സഹസ്രനാമം ചൊല്ലിയിട്ടുണ്ട്, എന്നും സത്സംഗം കേട്ടിട്ടുണ്ട്, പിന്നെ ഞാൻ എങ്ങനെയാ കൃഷ്ണനിൽ നിന്ന് വേർപെട്ട് പോയത്? ചിന്ത കൊണ്ട്, വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്. ഇത്രയെല്ലാം ചെയ്തിട്ടും ഒരാൾ പോയി ഒരാളെ കുറിച്ച് കുറ്റം പറയുന്നത് കേട്ട് നിന്നാൽ പോലും തെറ്റാണ്. കേട്ട് നിൽക്കാൻ പോയാൽ പോലും തെറ്റാണ്. ഉടനെ കൃഷ്ണൻ അത് വേറെ രീതിയിൽ നമുക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് തരും. അത് നമ്മളെ മക്കളിലൂടെ ഒരു വിഷമമായിട്ട്, ആരോഗ്യപരമായ ഒരു വിഷമമായിട്ട്, സാമ്പത്തികമായിട്ടൊരു വിഷമമായിട്ട്, വീട്ടിലെ സമാധാനമില്ലായ്മയായിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഭഗവാൻ തരും. കാരണം എന്താ? മറ്റുള്ള തെറ്റായ കാര്യങ്ങളിൽ നമ്മുടെ മനസ്സ് പോകാതിരിക്കാൻ, അവരെക്കുറിച്ചും ഇവരെക്കുറിച്ചും കുറ്റം പറയുന്നത് കേൾക്കാനും പറയാനും ഉള്ള സമയം നമ്മൾ ഇല്ലാതെടുക്കാൻ. നമ്മൾ നമ്മുടെ വീട്ടിൽ 1008 പ്രശ്നം നടക്കുമ്പോൾ വേറെയുള്ളവരെ പറ്റി കുറ്റം പറയാൻ ശ്രമിക്കുമോ? അത് കേൾക്കാൻ നിൽക്കുമോ? ഇല്ല. നമ്മുടെ മൈൻഡ് അതിൽ നിന്ന് നമ്മൾ പുറത്തുകൊണ്ട്, ഇപ്പം എനിക്ക് സമയമില്ല, ഞാൻ വേറൊരു ടെൻഷനിലാണെന്ന് പറയും. അപ്പൊ കൃഷ്ണന് ഇഷ്ടമില്ല നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ വേറെ പ്രശ്നങ്ങൾ തന്ന് നമ്മൾ ഇതിലേക്ക് ആക്കിയത്. മനസ്സിലാവുന്നുണ്ട്? അങ്ങനെ നമ്മുടെ മനസ്സിനെ ഭഗവാൻ മാറ്റിക്കൊണ്ടേയിരിക്കും, നമ്മൾ അറിയുന്നില്ല.
10ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ബ്രഹ്മണ്യധായ കർമാണി സംഗം ത്വക്താ കരോതിയ ലിപ്യതേന സാ പാപേന പത്മപത്രമിവാംസ. ആസക്തി കൂടാതെ ഫലത്തെ പരമപുരുഷന് സമർപ്പിച്ചുകൊണ്ട് തന്റെ കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുന്ന ഒരാളെ താമരയിലയിൽ വെള്ളത്തിലെന്ന പോലെ ദുഷ്കർമ്മങ്ങൾ ബാധിക്കില്ല. ആസക്തി കൂടാതെ ഫലത്തെ, നമ്മൾ നല്ല പഴുത്ത മാമ്പഴം വാങ്ങിയിട്ട് കട്ട് ചെയ്തിട്ട് ഭഗവാന് വെച്ചു കൊടുക്കുക. ഓഫ്, നല്ല ടേസ്റ്റ് ഉണ്ട്, ഭഗവാന് വെച്ചിട്ട് കഴിക്കാം. ആ ആഗ്രഹം നമുക്ക് ഉണ്ടാവോ? ഇല്ല. അദ്ദേഹം അത് സ്വീകരിക്കട്ടെ, അദ്ദേഹം മഹാപ്രസാദമായി നമുക്ക് നൽകട്ടെ. ചിലപ്പോൾ വെച്ചു കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന മധുരം തിരിച്ചു കിട്ടുമ്പോൾ ഉണ്ടാവില്ല. ചിലപ്പോൾ വെച്ചു കൊടുക്കുമ്പോൾ നല്ല പുളിപ്പാണെങ്കിൽ തിരിച്ചു കിട്ടുമ്പോൾ നല്ല മധുരമായിരിക്കും. എന്തായാലും നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ ഒരാസക്തിയും ഇല്ലാതെ ഭഗവാന് നമ്മൾ എന്ത് ചെയ്യാണ്? പ്രസാദം കൊടുക്കുകയാണ്. അതേപോലെ നമ്മൾ എന്ത് നല്ല പ്രവൃത്തി ചെയ്താലും, ദാനം ചെയ്താലും, അതുപോലെ തന്നെ നമ്മൾ വിഷ്ണു സഹസ്രനാമം ജപിച്ചാലും, ഭഗവാന് ദിവസേന നേദ്യം വെച്ചാലും, 16 മാല ജപിച്ചാലും, എന്ത് ചെയ്താലും ആസക്തി കൂടാതെ കർത്തവ്യങ്ങൾ നമ്മൾ അനുഷ്ഠിക്കണം. നമ്മൾ ഒരു ആസക്തിയും പാടില്ല. ഞാൻ ഇത്രയൊക്കെ ചെയ്യുന്നുണ്ട്, അപ്പൊ എനിക്ക് എന്തായാലും റിട്ടേൺ ഇങ്ങനെ കിട്ടും, അതിന്റെ അനുഗ്രഹം ഇങ്ങനെ കിട്ടും, അങ്ങനെയുള്ള ആസക്തി ഒന്നും വേണ്ട നമുക്ക്. ഭഗവാൻ എന്ത് തരാൻ തീരുമാനിച്ചോ അത് ഭഗവാൻ തന്നോട്ടെ. നമ്മൾ അതിൽ ഒരു ആഗ്രഹവും വിചാരിക്കേണ്ട, ഒരു ആസക്തിയും വിചാരിക്കേണ്ട. ഇനി ഇതെല്ലാം ചെയ്തിട്ട് ഭഗവാൻ തരാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ തരണ്ട, ഭഗവാന്റെ ഇഷ്ടം നടക്കട്ടെ. അൾട്ടിമേറ്റ് അദ്ദേഹമാണ്, അദ്ദേഹത്തിന്റെ തീരുമാനം നടക്കട്ടെ. ഞാൻ ഇന്ന് മാമ്പഴമാണ് കൊടുത്തത്, വെണ്ണ, മാമ്പഴം, പാല്, ഇനിയിപ്പം ദോശ. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് പോലും ഭഗവാന് വേണ്ടി മാത്രം ഉണ്ടാക്കാം. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ല, ബിന്ദുമ്മ കഴിക്കില്ല. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന ഭഗവാനാണ്. ഒരു ദോശ, ഒരു കഷ്ണം പുട്ട്, കിച്ചൂട്ടം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ആസക്തി ഇല്ലാതെ, ഒന്നും പ്രതീക്ഷിക്കാതെ ചെയ്യണം. അങ്ങനെ ചെയ്യുന്ന ഒരാള്, ആ വ്യക്തി താമര ഇലയിൽ വെള്ളം എന്ന പോലെ, താമര ഇലയുടെ മുകളിലും ചേമ്പിന്റെ ഇലേന്റെ മുകളിലൊക്കെ വെള്ളം വന്നാൽ എന്താ? അതങ്ങ് പോവും, അത് ബാധിക്കുകയില്ല. ആ വെള്ളം ആ ഒരു ഇലയിൽ നിൽക്കില്ല, കുമിളകളായിട്ട് ഇങ്ങനെ പോയി പോവും. അതുപോലെ ദുഷ്കർമ്മ ഫലങ്ങൾ നമ്മളെ ബാധിക്കില്ല. ആരെന്ത് ദുഷ്കർമ്മം ചെയ്താലും നമ്മളെ അത് ബാധിക്കില്ല. ഭഗവാൻ എന്ത് ചെയ്യും? ഒരു ഇത് നമുക്ക് ഇങ്ങോട്ട് തരും, സേഫ്റ്റി ഇങ്ങോട്ട് തരും. ആ സേഫ്റ്റിയുടെ പുറത്ത് നമ്മളൊന്നും അറിയാതെ എങ്ങനെ നിൽക്കുക. ആരെന്ത് ദുഷ്കർമ്മം ചെയ്താലും അതങ്ങോട്ട് പോവും, അതങ്ങോട്ട് പോവും. നമ്മളെ ബാധിക്കില്ല, നമ്മൾ അറിയില്ല. നമുക്കൊരു പ്രൊട്ടക്ഷൻ തരും ഭഗവാൻ. നമുക്ക് ആസക്തി ഇല്ലാതെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഭഗവാൻ നമുക്കൊരു പ്രൊട്ടക്ഷൻ തരും. മനസ്സിലായില്ലേ? ബ്രഹ്മണി എന്ന പദത്തിന് നമ്മളിവിടെ പറയുന്നുണ്ട് ബ്രഹ്മണ്യധായ എന്ന് പറയുന്നത്. ആ ബ്രഹ്മണി എന്ന് പറയുന്ന വാക്ക് കൃഷ്ണാവബോധത്തിൽ എന്നാണ് അർത്ഥം. ബ്രഹ്മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണാവബോധം എന്നാണ് അർത്ഥം വരുന്നത്. മനസ്സിലായില്ലേ? ഈ ലോകത്തിലെ 3 ഗുണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. 3 ഗുണങ്ങൾ അല്ലേ? അപ്പൊ ഈ 3 ഗുണങ്ങളെ കുറിച്ച് എന്താ പറയാ, ഗുണങ്ങൾ അങ്ങ് നിറഞ്ഞ് തികഞ്ഞു നിൽക്കുന്നതാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. ഗുണങ്ങൾ, ഈ 3 ഗുണങ്ങളില്ലാതെ ഈ ലോകമില്ല. സത്വഗുണം, തമോ ഗുണം, രജോ ഗുണം. ഈ 3 ഗുണങ്ങളും കൂടി ചേർന്നതാണ് എന്തെന്ന് പറയുന്നത്? ഈ ലോകം എന്ന് പറയുന്നത്. അപ്പം ഈ ലോകത്തെയാണ് നമ്മൾ പ്രധാനം എന്ന് പറയുന്നത്. ഈ വേർഡൊന്നും മറക്കരുത് കേട്ടോ. മുന്നോട്ടേക്ക് നമ്മൾ വേദിക് കോസ്മോളജി എടുക്കുമ്പം ഇതൊക്കെ വളരെ അത്യാവശ്യമാണ്. പ്രധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ 3 ഗുണങ്ങളും അടങ്ങിയ പ്രപഞ്ചത്തെയാണ് നമ്മൾ പ്രധാനം എന്ന് പറയുന്നത്. ഇനി ആരും മറന്നു പോകരുത്. എന്താ പറയുന്നത്? ത്രിഗുണങ്ങളുടെ സമഗ്രാവിഷ്കരണം അത്രേ ഈ പ്രപഞ്ചം. ഇതിനെയാണ് പ്രധാനം എന്ന് പറയുന്നത്. എവിടെയെങ്കിലൊക്കെ കേട്ടിട്ടുണ്ടാവും ആരുടെയെങ്കിലും സത്സംഗത്തിൽ പ്രധാനം എന്ന്. പക്ഷെ അതെന്താണെന്ന് നമുക്ക് വലിയ ഐഡിയ ഉണ്ടാവില്ല. അപ്പൊ പ്രധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 ഗുണങ്ങളാൽ സമ്പുഷ്ടമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തെയാണ് പ്രധാനം എന്ന് പറയുന്നത്. സർവമേതത് ബ്രഹ്മ തസ്മാത്തേതത് ബ്രഹ്മ നാമരൂപം അന്നം ജജായതേ. മുണ്ടകോപനിഷത്തിൽ പറയാണ്. ഈ വേദങ്ങളെല്ലാം തന്നെ എന്താ പറയുന്നത്? വേദങ്ങളിൽ പറയുന്നത് പോലെ തന്നെ മമ യോനിർ മഹത് ബ്രഹ്മ എന്ന് ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്. ഇതിന്റെ ഒക്കെ അർത്ഥം പറഞ്ഞുതരാട്ടോ.
പ്രപഞ്ചത്തിലെ ഏത് പദാർത്ഥവും, അതായത് ഈ ലോകത്തിലെ എന്ത് കാര്യങ്ങളാണെങ്കിലും ശരി, എന്തൊരു അവസ്ഥയാണെങ്കിലും, എന്ത് സാഹചര്യമാണെങ്കിലും, എന്ത് സാധനങ്ങളാണെങ്കിലും ശരി, ബ്രഹ്മത്തിന്റെ പ്രതീക്ഷീഭാവം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ഈ ഭൂമിയിൽ നമ്മൾ കാണുന്ന സമസ്തവും ഭഗവാനിൽ നിന്ന് വന്നതാണ്. ബ്രഹ്മത്തിന്റെ പ്രതീക്ഷീഭാവമാണ്. നമ്മളൊരു ആനയെ കണ്ടാൽ അതും ഭഗവാന്റെ ഒരു ഭാവം തന്നെയാണ്. ഒരു ഉറുമ്പിനെ കണ്ടാൽ അതും ഭഗവാന്റെ ഒരു ഭാവം തന്നെയാണ്. ഭഗവാനിൽ നിന്ന് വേർപെട്ട, അദ്ദേഹവുമായി ബന്ധമില്ലാത്ത ഒന്നും ഈ ലോകത്തില്ല. എല്ലാം അദ്ദേഹത്തിന്റെ പ്രതീക്ഷീഭാവമാണ്. അത് അനാക്കോണ്ടയായാലും ശരി, എന്തായാലും ശരി, വലിയ കുന്നായാലും മലയായാലും എന്തായാലും അത് ഭഗവാനുമായി ബന്ധപ്പെട്ടതാണ്. നമ്മളാരും ഉണ്ടാക്കി വെച്ചതല്ല. എല്ലാം ഭഗവാനുമായി ബന്ധപ്പെട്ടതാണ്. മനസ്സിലായില്ലേ? കാര്യങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ പ്രകടമാകാമെങ്കിലും വാസ്തവത്തിൽ അവ കാരണങ്ങളിൽ നിന്ന് വ്യത്യസ്തമല്ല. അതായത് ഇപ്പൊ ആനയെ കാണുമ്പോഴും, ഒരു മനുഷ്യനെ കാണുമ്പോഴും, ഒരു ഉറുമ്പിനെ കാണുമ്പോഴും, ഒരു തത്തയെ കാണുമ്പോഴും, ഒരു കടലിൽ ജീവിക്കുന്ന തിമിംഗലത്തെ കാണുമ്പോഴും, ഇതൊക്കെ വ്യത്യസ്ത മേഖലകളിൽ ജീവിക്കുന്ന വ്യത്യസ്ത സ്വഭാവമുള്ള സാധനങ്ങളാണ്. ആനയുടെ സ്വഭാവമല്ല തിമിംഗലത്തിന്, തിമിംഗലത്തിന്റെ സ്വഭാവമല്ല ഉറുമ്പിന്, ഉറുമ്പിന്റെ സ്വഭാവമല്ല മനുഷ്യന്. എല്ലാം വ്യത്യസ്തമാണ്, അല്ലെ? വ്യത്യസ്തമായ രീതിയിലുള്ളതാണെങ്കിൽ പോലും ഇതൊന്നും ഭഗവാനിൽ നിന്ന് വ്യത്യസ്തമല്ല. എല്ലാത്തിലും ഈശ്വരീയ ചൈതന്യമുണ്ട്. ഈശ്വരീയ ചൈതന്യമില്ലാത്ത ഒന്നും ഈ ലോകത്തിലില്ല. ഈശ്വരനിൽ നിന്ന് വേർപെടാത്ത ഒന്നും ഈ ലോകത്തിലില്ല. സർവ വസ്തുക്കൾക്കും പരബ്രഹ്മം അഥവാ കൃഷ്ണനുമായി ബന്ധമുള്ളതുകൊണ്ട് എല്ലാം കൃഷ്ണന്റേത് തന്നെയെന്ന് ഈശോപനിഷത്തിൽ പറയുന്നു. ഒരിക്കൽ ഒറ്റ ക്ലാസ് കൊണ്ട് ഈശോപനിഷത്ത് തീർത്തരാം. ഈശോപനിഷത്ത് ഒറ്റ ക്ലാസ് കൊണ്ട് തീർത്തരാം. ഒരു ക്ലാസ് എന്നുള്ള ഒരു ആഗ്രഹത്തിന് പറയും, ചിലപ്പോൾ 2 ക്ലാസ്, പക്ഷെ ഒരു ദിവസം കൊണ്ട് തീർത്തരാം ഈശോപനിഷത്ത്. അത് നമുക്ക് ഒരു ദിവസം ഇരിക്കാം. അപ്പോ ഈശോപനിഷത്തിൽ എന്താ പറയുന്നത്? സർവ വസ്തുക്കളും, ഈ ലോകത്തിൽ നമ്മൾ കാണുന്ന സർവ വസ്തുക്കളും ഭഗവാനുമായി ബന്ധമുള്ളതാണ്. ഒരു കല്ല് കണ്ടു കഴിഞ്ഞാൽ ആ കല്ല് പോലും ഈശ്വരനുമായി ബന്ധമുള്ളതാണ്. മനസ്സിലായി? നമ്മൾ പറയും നമ്മൾ കല്ലിനെ ആരാധിക്കുന്നു, മണ്ണിനെ ആരാധിക്കുന്നു. എങ്ങനെ നമ്മൾ കല്ലിനെയും മണ്ണിനെ ആരാധിക്കാൻ പഠിച്ചു? നമ്മൾ നാഗങ്ങളെ ആരാധിക്കുന്നു, എല്ലാത്തിനെയും നമ്മൾ ആരാധിക്കുന്നുണ്ട്. ഹൈന്ദവമായിരിക്കുന്ന ഹൈന്ദവ കുലത്തിൽ ജനിച്ച വ്യക്തികൾ എല്ലാത്തിനെയും ആരാധിക്കുന്നുണ്ട്. മത്സ്യം, ഭഗവാൻ അവതരിച്ചിട്ടില്ലേ മത്സ്യമായിട്ട്? ഭൂമി, അതാര് പൊക്കി ഉയർത്തി? ഭഗവാൻ തന്നെയല്ലേ? അതിനകത്ത് ഏറ്റവുള്ളതായിട്ട് വന്നിട്ടില്ലേ? ഇനി എന്തെല്ലാം രൂപങ്ങൾ ഭഗവാൻ എടുത്തിരിക്കുന്നു? എല്ലാ രൂപങ്ങളും ഭഗവാൻ എടുത്തിട്ടുണ്ട്. ഭഗവാനിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്ന ഒന്നുമില്ല. ആമയായിട്ട് വന്നിട്ടില്ലേ? ശിലയായി ഭഗവാൻ ഇരുന്നിട്ടില്ലേ? എല്ലാം ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഹൈന്ദവർ എല്ലാം ആരാധിക്കുന്നത്. വ്യത്യസ്തമായ രീതിയിൽ വ്യത്യസ്തമായിട്ട് എല്ലാവരും എല്ലാത്തിനെയും ആരാധിക്കുന്നുണ്ട്. തത്ത ആരാണ്? കാക്ക ആരുടെ വാഹനമാണ്? എലി ആരുടെ വാഹനമാണ്? കാള ആരുടെ കൂടെയാണുള്ളത്? പശു. എന്തിനാ നമ്മൾ ആരാധിക്കാതെ വിടുന്നത്? ആന, ഐരാവതം, അങ്ങനെ സമസ്തവും ഭഗവാനുമായി ബന്ധമുള്ളതാണ്. പിന്നെ നമ്മൾ ആരാധിക്കുന്നതിൽ എന്താ തെറ്റ്? നമുക്ക് ആരാധിക്കാം. എല്ലാം ഭഗവാനുമായി ബന്ധമുള്ളതാണ്. ഒന്നും ഭഗവാനിൽ നിന്ന് വ്യത്യസ്തമായിട്ടില്ല. മനസ്സിലാവുന്നില്ലേ? കൃഷ്ണനാണ് എല്ലാത്തിൻ്റെയും ഉടമയെന്നും അതുകൊണ്ട് എല്ലാം ഭഗവത് സേവനത്തിനുള്ളതാണെന്നും അറിഞ്ഞവർക്ക് താൻ ചെയ്ത പുണ്യപാപങ്ങളുടെ ഫലങ്ങളുമായിട്ട് എന്തു ബന്ധമാണ്? നമുക്ക് എല്ലാം ഭഗവാനുമായി ബന്ധമുള്ളതാണ് എന്ന തിരിച്ചറിവ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് പുണ്യം ചെയ്താൽ എന്ത് തെറ്റ് ചെയ്താൽ എന്ത്? കാരണം തെറ്റിന് അവിടെ പ്രസക്തിയില്ല. എല്ലാം ഭഗവാനുമായി ബന്ധമുള്ളതാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ തെറ്റ് ചെയ്യാൻ പോവില്ല. നമ്മൾ പുണ്യം ചെയ്തിട്ട് ഞാൻ പുണ്യം ചെയ്തേന്ന് പറഞ്ഞ് കൊട്ടി ഘോഷിക്കൂല്ല. നമ്മൾ നേരെ ഭഗവാനുമായി ബന്ധമുള്ളതാണെന്നുള്ള തിരിച്ചറിവിൽ അങ്ങ് ജീവിക്കും. ഹലോ പ്രഭുജി, ക്ലാസ്സിലാണ്. ഫലങ്ങളുമായിട്ട് എന്ത് ബന്ധമെന്ന് നമ്മൾ സ്വയം ചിന്തിക്കും. മനസ്സിലായി? നമ്മൾ പുണ്യം ചെയ്തു. ഈ പുണ്യം ചെയ്യുന്നത് നമ്മളാണോ ചെയ്യുന്നത്? ഭഗവാൻ ചെയ്യാനൊരു അവസരം തരുകയാണ്. ആ പുണ്യം അങ്ങ് ചെയ്യാം. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിൽക്കുക വേണ്ട. ചെയ്തെന്നും പറഞ്ഞ് അഹങ്കരിക്കും വേണ്ട. തന്റെ ശരീരം പോലും ഒരു പ്രത്യേക കാര്യനിർവഹണത്തിന് ഉതകാൻ വേണ്ടി ഭഗവാൻ സമ്മാനിച്ചതാണ് എന്ന് നല്ല കൃഷ്ണാവബോധമുള്ള വ്യക്തി മനസ്സിലാക്കണം. ശനിദേവന്റെ എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മുടെ ശരീരം പോലും
പ്രത്യേകമായിട്ട് എന്തോ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ തന്നിരിക്കുന്നത്, ഭഗവാൻ സമ്മാനിച്ചിരിക്കുന്നത് ഈ ശരീരം നമുക്ക്. ഭഗവാന്റെ അടുത്ത് ഈ ആത്മാവ് ചെന്നപ്പം ഈ ആത്മാവിന് ഭഗവാൻ ഒരു ശരീരം കൊടുത്തിരിക്കുകയാണ്. നീ കഴിഞ്ഞ ജന്മത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു, പറയാൻ പാടില്ലാത്തൊക്കെ 1-2 പേരോട് സംസാരിച്ചു, അപ്പൊ അതൊക്കെ ഒന്ന് മാപ്പ് ചോദിച്ചിട്ട് പോരെ. ശരിയാണ്, അത് ചെയ്തു തീർത്തേക്ക്, വെറുതെ ഒരാളെ വിഷമിപ്പിക്കേണ്ട, പോയി മാപ്പ് ചോദിച്ചിട്ടിങ്ങ് പോരെ. അങ്ങനെ 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 ഭഗവാൻ നമുക്ക് ഓരോരോ അവസരം തന്നു വിട്ടതാണ് ഈ ശരീരവുമായിട്ട്. അങ്ങനെ ഈ ശരീരം കൊണ്ട് നമ്മൾ ഭൂമിയിൽ വന്ന് ഓരോരോ തെറ്റുകൾ ചെയ്തതിന് ഓരോരോ എന്താ പറയാ സൊല്യൂഷൻസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് അങ്ങനെ 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 സമ്മാനിച്ചതാണ് നമുക്ക് ഈ ശരീരം. അതാണ് കൃഷ്ണാവബോധത്തിൽ പറയുന്നത്. അതിനെ നമ്മൾ പോയിട്ട് ഞാൻ 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 എന്ന ഭാവത്തിൽ അഹങ്കരിച്ച ഭഗവാൻ എന്താ ചിന്തിക്കാന്നറിയോ? ഷെടാ, ഇതിപ്പോ ഒരു ശരീരം കൊടുത്തത് വലിയ ആപത്തായല്ലോ. 10 തെറ്റ് ചെയ്തിട്ട് ആ 10 തീർക്കാൻ അവളെ വിട്ടപ്പോ അവൾ 20 ചെയ്ത് വന്നിരിക്കുന്നു. എന്നാ പിന്നെ അവിടെ ഇരിക്കട്ടെ, ആ 20 കൂടെ തീർത്തിട്ട് ഇങ്ങോട്ട് വാ. 20 തീർക്കാൻ വിട്ടപ്പോഴത്തേക്ക് 30 ചെയ്ത് വന്നിരിക്കുന്നു. എന്നാ നീ വീണ്ടും ജനിക്കും, 30 തീർത്തിട്ട് വാ, ഇപ്പൊ 40 ചെയ്തിരിക്കും. ഇതാണ് മനുഷ്യൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേസമയം 10 തെറ്റ് നീ ചെയ്തു, ഭൂമിയിൽ പോയി ആ 10 തെറ്റ് തീർത്തിട്ട് വാന്ന് പറഞ്ഞാൽ 10 തെറ്റ് ചെയ്ത വ്യക്തി ഒരൊറ്റ ശരി കൊണ്ട് ആ 10 തെറ്റും സോൾവ് ചെയ്യണം. ആ 10 തെറ്റും അങ്ങോട്ടേക്ക് സോൾവ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. ഹലോ, നമസ്കാരം, ക്ലാസ്സിലാണേ, കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. ഒരു 1 hour കഴിഞ്ഞിട്ട് വിളിക്കൂ പ്രഭുജി, ക്ലാസ്സിലാണ്. എന്നാൽ അത് താമരയിലെ വെള്ളത്തിൽ കിടന്നാലും നനയാത്തതുപോലെ പാപമാലിന്യങ്ങൾ തീണ്ടാത്തതായി തന്നെ ഇരിക്കണം. നമ്മുടെ കുയില് രാവിലെ വന്നു പോയി, ഇനിയും വരും കുറച്ച് കഴിയുമ്പോൾ. നമ്മള് പാപമാലിന്യങ്ങൾ തീണ്ടാത്തതായിട്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ മാറ്റണം. താമരയിലെ വെള്ളത്തിൽ കിടന്നു കഴിഞ്ഞാൽ എന്താണ്? അവിടെ എവിടെയോ വന്നിരിപ്പുണ്ട്, ഇപ്പം ഇങ്ങോട്ട് വരും, വിളിക്കുന്നുണ്ട് അപ്പുറത്ത് എവിടെയോ പോയിരുന്നിട്ട്. പാപമാലിന്യങ്ങൾ തീണ്ടാതെ ഇരിക്കണം നമ്മുടെ ജീവിതം. മനസ്സിലായില്ലേ? ഒരു നെഗറ്റീവ്സ് പോലും കേൾക്കാൻ നമ്മുടെ ചെവിയെ നമ്മൾ വെച്ചു കൊടുക്കരുത്. പാപമാലിന്യങ്ങൾ തീണ്ടാൻ നമ്മൾ അനുവദിക്കരുത് നമ്മുടെ ജീവിതത്തിൽ, ഒരിക്കലും അനുവദിക്കരുത്. ഒരു പണിയില്ലെങ്കിൽ വെറുതെ പ്രകൃതിയിൽ നോക്കി ആകാശത്ത് നോക്കി ഇരുന്നാൽ മതി, സ്വൈര്യം കിട്ടും, സമാധാനം കിട്ടും. ആ ഫോൺ അങ്ങോട്ട് എടുത്ത് മാറ്റി വെച്ചേ, ഒരു സമാധാനം കിട്ടും നമുക്ക്. എന്തിനാ അത് നമ്മുടെ മനസ്സിനെ നമ്മൾ നശിപ്പിക്കാൻ നോക്കുന്നത്? ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട്, മയി സർവാണി കർമാണി സംന്യസ്യ, സർവകർമ്മങ്ങളും എനിക്കായിക്കൊണ്ട് ചെയ്യുകയാണ്. എന്താ പറയുന്നത്? മയി സർവാണി കർമാണി സംന്യസ്യ, എല്ലാ കാര്യങ്ങളും നീ എനിക്ക് വേണ്ടി ചെയ്യേ. നീ നിനക്ക് വേണ്ടി എന്തിനാ ചെയ്യുന്നത്? നീ എനിക്ക് വേണ്ടി ചെയ്യാൻ നോക്കും എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. 10 തെറ്റ് തിരുത്താൻ വന്നു കഴിഞ്ഞാൽ ഒറ്റ ശരി കൊണ്ട് നമ്മൾ ആ 9 തെറ്റും തിരുത്തി കൊടുക്കണം. അപ്പൊ ഭഗവാൻ പറയാം, കൊള്ളാല, നീ മിടുക്കിയാണല്ല, നിന്നോട് നീ ഒരു 10 തെറ്റ് അറിയാതെ ചെയ്തു, നിന്നെ ഞാൻ ആ 10 തെറ്റ് തീർക്കാൻ വേണ്ടി വിട്ടപ്പോഴത്തേക്ക് നീ ഒരൊറ്റ ശരി കൊണ്ട് എന്നെ അങ്ങ് കീഴ്പ്പെടുത്തി കളഞ്ഞല്ലോ എന്നങ്ങ് പറയും. കുയിലുണ്ട്, രാവിലെ വന്ന് പോയതാ, നീ വരും, അപ്പുറത്ത് എവിടെയോ പോയി പിണങ്ങിയിരിക്കുന്നുണ്ട്, വരൂ ഇച്ചിരി കഴിയുമ്പോൾ. ചുരുക്കത്തിൽ കൃഷ്ണാവബോധമില്ലാത്ത ഒരാൾ ഇന്ദ്രിയ ദേഹാവബോധത്തിൽ പ്രവർത്തിക്കുന്നു. കൃഷ്ണാവബോധം ഇല്ലെങ്കിൽ കുറെ തിന്നണം, കുറെ ഉറങ്ങണം, കുറെ മൊബൈൽ നോക്കണം. ആ മാതാജി ക്ലാസ് എടുക്കുന്നുണ്ട്, പോയില്ലെങ്കിൽ മോശം, ഇനി മാതാജി അതിന് മെസ്സേജ് ഇടും, പോയി ഒരു ഹരേ കൃഷ്ണ ഇട്ടേക്കാം, ഹരേ കൃഷ്ണ മാതാജി എന്നും പറഞ്ഞൊരു മെസ്സേജ് ഇട്ട് തലയോടെ പുതച്ചങ്ങ് കിടന്നുറങ്ങും. ഇല്ലെങ്കിൽ ഇടം മിണ്ടായിരിക്കില്ല ചെക്കാ, ആ മാതാജി പറയണ കേൾക്കട്ടെ, ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ അകത്തൊരു ഹരേ കൃഷ്ണ ഇട്ട് കൊടുക്ക്, ഇല്ലെങ്കിൽ ഇനിയിപ്പം ഗുരുവായൂർ മഞ്ജരീസിൽ കയറ്റൂല എന്നും പറഞ്ഞ് പിള്ളേരോടും അത് പറഞ്ഞ്, ഇല്ലെങ്കിൽ ആ മൊബൈലും അവിടെ വെച്ചിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച്, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ, ഇതെന്താ കാണുന്നതെന്ന് ആരെയും ചോദിച്ചാൽ, അത് ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ടേ ഗുരുവായൂർ മഞ്ജരീസ്, നല്ല ഗ്രൂപ്പൊക്കെയാ, ഞങ്ങൾ ഇങ്ങനെ കഥ കേൾക്കാം, ഇപ്പൊ കേട്ടില്ലെങ്കിൽ മോശം, ഇനിയിപ്പൊ നമ്മളിത് കണ്ടില്ല എന്നൊരു പരാതി വരും, അതിൻ്റെ അകത്തൊരു ഹരേ കൃഷ്ണ ഇട്ട് കൊടുക്കാം, അപ്പൊ അവരെയായിരിക്കും നമ്മൾ കാണുന്നത്. പക്ഷെ എനിക്കിവിടെ മുകളിൽ കൃത്യമായിട്ട് ഓരോരുത്തരുടെ DP-യും കാണാം, ആരൊക്കെ ഇതിൽ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്, ആരൊക്കെ ഷെയർ ചെയ്യുന്നു എന്നുള്ളത്. കാരണം പേജ് എൻ്റെ കയ്യിലല്ലേ ഇരിക്കുന്നത്, അതറിയാൻ എല്ലാവരും മറന്നുപോയി, അതെല്ലാവരും മറന്നുപോയി. ഒരു ഇടയ്ക്ക് ഒരാള് എക്സിറ്റ് ആയാൽ, ലൈവിന്റെ ഇടയ്ക്ക് ആ വ്യക്തി പോയാലും എനിക്കറിയാൻ പറ്റും. കാണിച്ചതാ നല്ലതല്ലേ? കാണിച്ചെന്നാ മനസ്സിലാവുമല്ലോ. വെയിറ്റ്,
ഇത് കണ്ടോ, മേളിൽ ഇവിടെ ഇങ്ങനെ കാണുന്നുണ്ടോ? ഇത് ഓരോരുത്തരുടെയും DP ആണ്. അവരിങ്ങനെ പോകുമ്പം എനിക്കറിയാൻ പറ്റും ആരൊക്കെ പോകുന്നു. അതിങ്ങനെ റൊട്ടേഷൻ ആയിക്കൊണ്ടേയിരിക്കും. മനസ്സിലായില്ലേ? റൊട്ടേഷൻ ആയിക്കൊണ്ടേയിരിക്കും. ആരൊക്കെ പോകുന്നു, ആരൊക്കെ വരുന്നു. അപ്പോ നമുക്കറിയാൻ പറ്റും എന്താണ് ഏതാണ്. പലരും മറന്നുപോയി പേജ് എൻ്റെ കയ്യിലായിരിക്കുന്നത്. ഇതിൽ മാതാജിക്ക് എന്തൊക്കെയോ കാണാൻ പറ്റും. സാരല്ലേ സൈന ചേച്ചി, അതാണ് അതിൻ്റെ ശരി. മനസ്സിലായില്ലേ? അപ്പോൾ കാരണം ടെക്നോളജി ഒരുപാട് വലുതായി. അപ്പം നമുക്കാണെങ്കിൽ ഒരു മീഡിയ പാർട്ട്ണറും ഉണ്ട്. ഓരോ സെക്കൻഡ്സും നമ്മുടെ അഡ്മിൻസും മീഡിയ പാർട്ട്ണറും പേജ് വാച്ച് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എവിടൊക്കെ ഏതൊക്കെ ഗ്രൂപ്പിൽ ആരൊക്കെ ഷെയർ ചെയ്തു. ഈ പല പേജിൻ്റെയും അഡ്മിൻസ് ആയിട്ടും നമുക്ക് കോണ്ടാക്റ്റ് ഉണ്ട്. അപ്പോൾ ആ അഡ്മിൻസ് ആ ഗ്രൂപ്പിൽ ആരൊക്കെയുണ്ട്, ഇപ്പം നമ്മുടെ മഞ്ജരീസിന്റെ വീഡിയോ അവിടെ ചെല്ലുമ്പോൾ ഇന്ന ആളാണ് മാതാജി ഷെയർ ചെയ്തോ, അത് ശരി, ഇന്ന പേജ്, ഇതാണ് അവരുടെ പേര്. അങ്ങനെ 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 ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. അല്ലാതെ മാതാജിയെ സന്തോഷിപ്പിക്കാൻ വരുന്നവരാവരുത് നിങ്ങൾ. അത് തെറ്റാണ്. ഇപ്പൊ ഈ കുയിലിനെ നമ്മൾ ആരെങ്കിലും വിളിച്ചു വരുത്തിയതാണോ? അല്ല, അത് ഗീത കേൾക്കാൻ വരുന്നതാണ്. ആ പുണ്യ ജന്മത്തെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. ഗീത കേൾക്കുമ്പോഴുള്ള ആനന്ദമാണ് അത് അതിന്റെ കുയിൽനാഥമായിട്ട് വിടുന്നത്. വിളക്ക് വെക്കുമ്പോഴേക്കും അത് വരും. ദിവ്യമാതാജിക്ക് അറിയാം, വിളക്ക് വെക്കുമ്പോഴേക്കും അത് വരും. സന്ധ്യക്ക് വിളക്ക് വെക്കുമ്പോഴേക്കും വരും. അങ്ങനെയാണ് ഭഗവാന്റെ പ്രസാദം ഇപ്പൊ ഇവിടെ കൊണ്ടുവെക്കാൻ തുടങ്ങി. കൊത്തിപ്പറിച്ച് ഓടും. കുറെ അണ്ണാന്മാര് വരും. അണ്ണാനുണ്ട് ഇവിടെ ഇഷ്ടം പോലെ. തത്തയുണ്ട്. മനസ്സിലായില്ലേ? അങ്ങനെ കുറെ കുറെ കുറേ ജീവാത്മാക്കള് അത് ഫീൽ ചെയ്യുന്നുണ്ട്. അവൻ പറയാൻ കഴിയാത്ത, അനുഭവിക്കാൻ കഴിയാത്ത കുറെ കുറേ പേര് ഭഗവാന്റെ കാര്യങ്ങൾ, ഭഗവാന്റെ പ്രസാദം ആ ജന്മങ്ങൾക്കെല്ലാം അറിയാം. പക്ഷെ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്നാലും അവർ ആനന്ദിക്കുന്നുണ്ട്. ആ ആനന്ദത്തിലൂടെ അവര് മോക്ഷം നേടുന്നുണ്ട്. മനസ്സിലായില്ലേ? പക്ഷെ എല്ലാം തിരിച്ചറിയാൻ കഴിവുള്ള നമ്മൾ എന്ത് ചെയ്തിട്ട്? ഒന്നും ചെയ്തിട്ടില്ല. എല്ലാ സൗകര്യവും തന്നിട്ട് ബോറടിച്ചിട്ട് വയ്യ. ഇതാണ് പ്രശ്നം. പിന്നെന്താ പറയുന്നത്? ചുരുക്കത്തിൽ പക്ഷെ കൃഷ്ണാവബോധവാനായ വ്യക്തി ശരീരം കൃഷ്ണന്റേതാകയാൽ കൃഷ്ണ സേവനത്തിനായി ഉപയോഗപ്പെടുത്തണമെന്ന അറിവോടെ പ്രവർത്തിക്കുന്നു. പക്ഷെ കൃഷ്ണാവബോധമുള്ള ഒരു വ്യക്തിക്ക് അറിയാം ഈ ശരീരം കൃഷ്ണന്റെയാണ്. അപ്പൊ ഇത് ഭഗവാന് വേണ്ടി വേണം ഉപയോഗിക്കാൻ. അല്ലാതെ ഞാൻ എനിക്ക് വേണ്ടി ഉപയോഗിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അതിന് റിട്ടേൺസ് ഒന്നും കിട്ടില്ല എന്നുള്ളത് കൃത്യമായിട്ടറിയാം. മനസ്സിലായില്ലേ? കൃത്യമായിട്ടറിയാം. അവര് കൃഷ്ണന്റെ കാര്യങ്ങൾക്ക് വേണ്ടി തന്നെ ഈ ശരീരം ഉപയോഗിക്കും. ഓക്കെ, അപ്പൊ കൂടുതൽ ബോറടിപ്പിക്കുന്നില്ല. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം 11ാമത്തെ ശ്ലോകം. ഓക്കെ, ഫ്രീ ആയിരിക്കുന്ന ദിവസം ഞാൻ ഉച്ചയ്ക്കൊക്കെ എടുത്ത് തരാം. അപ്പോൾ എടുത്തിട്ട് ക്ലാസ് കേട്ടിട്ട് അപ്പം കേൾക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ കേട്ടാലും മതി. ഒരു വലിയ കാക്കയും ഉണ്ട്. വൈകുന്നേരം എടുക്കാം, 8:30 മണിക്ക് എടുക്കാം. നിർത്തുക, കുറച്ച് കഴിഞ്ഞിട്ട് വന്ന് എടുക്കാം. ഓക്കെ, ഇച്ചിരി കഴിഞ്ഞിട്ട് വീണ്ടും വരാം. ലൈവ് എന്നും പറഞ്ഞിട്ട് ഗ്രൂപ്പിലിടാം. ഇന്ന് അന്നദാനവും ഉണ്ട് നമുക്ക്. പിന്നെ 9:30 ദിവ്യക്കൊരു സന്തോഷ വാർത്തയുണ്ട്. സുനിത വില്യംസ് ഇന്നലെ രാത്രി 11:10 സ്റ്റാർ ലൈനർ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. ഏകദേശം നമ്മുടെ ഇന്ത്യൻ സമയം 9:30 സ്റ്റാർ ലൈനർ ബഹിരാകാശ നിലയത്തിൽ ബന്ധിപ്പിക്കും. നമ്മൾ കാണാറുണ്ട് ഇത്. പറഞ്ഞുതരാം. ഓക്കെ, അതെ, നാമം ചൊല്ലുമ്പോഴും ഭഗവാന്റെ കാര്യം പറയുമ്പോഴൊക്കെ ഉറക്കെ പറഞ്ഞാൽ എല്ലാ ജീവാത്മാക്കളും ശ്രവിക്കും. ശരീരമില്ലാത്ത ജീവാത്മാക്കളുണ്ട്, ശരീരം ഉള്ളവരുണ്ട്. എല്ലാവരും കേൾക്കും, എല്ലാവരും സന്തോഷിക്കും.
ഓക്കെ, അപ്പം ശരി, ബാക്കി നമുക്ക് രാത്രി എടുക്കാം. അതിനിടയ്ക്ക് സമയം കിട്ടിയാൽ ഞാൻ മെസ്സേജ് ഇടും. എന്താ പറയാ, സൺഡേ എന്താ പ്രശ്നം എന്നറിയോ? കുട്ടികളുടെ ക്ലാസ് ഉണ്ട്, ഗുരുകുലം ക്ലാസ്. ഗുരുകുലം ക്ലാസ് എടുക്കാനുള്ളത് കൊണ്ട് സൺഡേസ് നമ്മൾ അവരെയും പഠിപ്പിക്കണമല്ലോ. അവരെ നമുക്ക് എന്താ പറയുക ഒഴിവാക്കാൻ പറ്റില്ലല്ലോ കുട്ടികളെ. അവർക്കും ക്ലാസ് എടുക്കണം. അതുകൊണ്ടാണ് സൺഡേസ് ഞാൻ ഒഴിവാക്കുന്നത്. അപ്പം സൺഡേസ് കുട്ടികൾക്ക് വേണ്ടിയിലാണ്. അപ്പം 2ഉം 3ഉം ബാച്ചസ് ആയിട്ട് വേണം കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ. എങ്കിലേ അവർക്ക് മനസ്സിലാവും. അവർക്ക് പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. അവരിങ്ങനെ ഡൗട്ട്സ് ചോദിച്ചുകൊണ്ടേയിരിക്കും. സൂം ക്ലാസ് അല്ലേ, അതുകൊണ്ടാണ്. ഓക്കെ, വന്നല്ലോ അളിയൻ. വരും, വരാതിരിക്കില്ല. അവൻ എന്നും വരും. ഇപ്പോൾ ഫാമിലിയോടെയാണ് വരുന്നത്. അപ്പം ശരി, ഹരേ കൃഷ്ണ, സർവം കൃഷ്ണാർപ്പണമസ്തു. പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, രാധാ പവനപുരേഷൻ കി ജയ്. എല്ലാ നന്മയും എല്ലാവർക്കും ഉണ്ടാവട്ടെ. ശാന്തിയും സമാധാനവും കൃഷ്ണാവബോധവും ഒക്കെ ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ.